Good morning. Sir. Good morning. Okay. Yeah. ഓക്കെ, നമുക്കൊരു 2 മിനിറ്റ് ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നോട്ട്ബുക്കും പെന്നൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ, വളരെ ബേസിക് ആയിട്ടുള്ള ലെവൽ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഓൺ ടൈം തന്നെ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നമ്മളെ തിയറി ക്ലാസ്സിൽ പണ്ട് ഓഫ്ലൈൻ ക്ലാസ് എടുത്തപ്പോഴൊക്കെ നമ്മൾ അതിന്റെ കുറെ ഡീറ്റെയിൽഡ് ആയിട്ട് പോയിരുന്നു. ഇവിടെ നമുക്ക് ഫോക്കസ് ഏരിയയിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിലൊന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ അവർ ചാപ്റ്റർ 8ാമത്തെ ചാപ്റ്റർ ആണ് റിഡോക്സ് റിയാക്ഷൻസ്. റിഡോക്സ് റിയാക്ഷൻസ്. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പഠിച്ചിട്ടുണ്ട്. എന്താണ് റിഡോക്സ് റിയാക്ഷൻ? ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നതിനെ, ഓക്സീകരണവും നിരോക്സീകരണവും ഒന്നിച്ച് നടക്കുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് റിഡോക്സ് റിയാക്ഷൻ. അല്ലെ? അപ്പൊ എക്സാമിന് ചോദിക്കാം, വാട്ട് ഈസ് റിഡോക്സ് റിയാക്ഷൻ? നമ്മൾ എന്തെഴുതാം? എ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച്, അതിലെന്ത് ചെയ്യുന്നു, ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്സ് പ്ലേസ് ഈസ് കോൾഡ് റിഡോക്സ് റിയാക്ഷൻ. എ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് both oxidation and reduction takes place is called redox reaction. Clear ആണല്ലോ? ഓക്കെ ആണോ? ക്ലിയർ ആണ്. ഇനി നമ്മള് ഈ റിഡോക്സ് റിയാക്ഷന്റെ ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പണ്ട് ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ ക്ലാസിക്കൽ കൺസെപ്റ്റ്, ഇലക്ട്രോണിക് കൺസെപ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. ആ ഫോക്കസ് ഏരിയയിൽ അത് വന്നിട്ടില്ല. ഫോക്കസ് ഏരിയയിലുള്ളത് ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ് ആണ്. അപ്പൊ ഈ ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ കാണുക എന്ന് പഠിക്കണം. ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ കാണുക? അത് നിങ്ങൾ ഹെഡിങ് എഴുതിക്കോ, ഓക്സിഡേഷൻ നമ്പർ. ചില കോമ്പൗണ്ടുകളുടെ ഓക്സിഡേഷൻ നമ്പർ നമ്മളൊന്ന് കണ്ടുനോക്കാം. സപ്പോസ് NaCl, സോഡിയം ക്ലോറൈഡ്, ഇതിലെ എലമെന്റുകളുടെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കാണണം. നമുക്കറിയാവുന്ന ചില ഡാറ്റകള്, ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ +1. ഒരു കോമ്പൗണ്ടിൽ കൂട്ടത്തിൽ വരുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും എന്താണ്? +1. ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നതാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. ഇവരൊക്കെ വന്ന ഒരു ഓക്സിഡേഷൻ നമ്പർ +1.
സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് +2. സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റുകളുടെ ഓക്സിഡേഷൻ നമ്പർ കോമ്പൗണ്ടിലാണെങ്കിൽ, ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴല്ല കൂട്ടത്തിൽ നിൽക്കുമ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്. സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റുകൾ ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം, അതോടുകൂടെ സിങ്ക്, ലെഡ് Pb, കോപ്പർ, നിക്കൽ, ഇതിനൊക്കെ നമ്മൾ +2 ആണ് കൊടുക്കുക കേട്ടോ. കൂട്ടത്തിൽ വന്നാൽ അവർക്ക് കൊടുക്കണ എന്താണ്? +2. അതിനോട് കൂടെ +2 കൊടുക്കാൻ പറ്റാവുന്ന ചില ആളുകള് സിങ്ക്, ലെഡ്, കോപ്പർ, നിക്കല്, ഇവർക്ക് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ +2 ആണ് കൊടുക്കുക. സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റുകളായിട്ടുള്ളവർക്ക് നിർബന്ധമായിട്ട് എപ്പോഴും +2 കൊടുക്കണം. ഇവർക്ക് അതിന്റെ ഒപ്പമുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ എക്സാമ്പിൾ ചെയ്യാം. പിന്നെ ഫ്ലൂറിന്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും -1. എപ്പോഴും എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ. ഫ്ലൂറിന്റെ ഓക്സിഡേഷൻ നമ്പർ ജനറലി -1. ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ ജനറലി -2. പൊതുവെ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ് കൊടുക്കുക. അതിന് എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ഒന്ന് പെറോക്സൈഡ്, മറ്റൊന്ന് സൂപ്പർ ഓക്സൈഡ്. രണ്ടും എന്താ നമുക്ക് ചെയ്ത് കാണിക്കാം കേട്ടോ. -2 ആണ് എപ്പോ ഒഴികെ പെറോക്സൈഡിലും സൂപ്പർ ഓക്സൈഡിലും -2 അല്ല. പെറോക്സൈഡ്, സൂപ്പർ ഓക്സൈഡ്. പിന്നെ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ ജനറലി -1. ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ പൊതുവെ +1 ആണ്. ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ പൊതുവെ +1 ആണ്. പക്ഷെ -1 ആകുന്ന ഒരു കേസാണ് മെറ്റൽ ഹൈഡ്രൈഡ്. മെറ്റൽ ഹൈഡ്രൈഡ് എന്താ നമ്മൾ ചെയ്യാം? മെറ്റൽ ഹൈഡ്രൈഡിൽ -1, ബാക്കി എല്ലാ സമയത്തും +1. ഇതാണ് നമുക്ക് ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില ഡാറ്റകൾ. ഇനി അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓക്സിഡേഷൻ നമ്പർ കണ്ടുനോക്കാം. പിന്നെ ശ്രദ്ധിക്കുക, NaCl എന്ന് പറഞ്ഞപ്പോൾ ചാർജ് ഒന്നും കാണാനില്ല. ചാർജ് ഇല്ലെങ്കിൽ, അതായത് ന്യൂട്രൽ കോമ്പൗണ്ട് ആണെങ്കിൽ ഇവിടുത്തെ എല്ലാ ഓക്സിഡേഷൻ നമ്പറും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 0 കിട്ടണം. ചാർജ് ഇല്ലാത്ത കോമ്പൗണ്ടിൽ എല്ലാ ഓക്സിഡേഷൻ നമ്പറിന്റെയും കൂടെ സമ്മ്, തുക എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിളിലേക്ക് വരാം. നമുക്ക് NaCl, ഇതില് ആരെ ഓക്സിഡേഷൻ നമ്പറാ ഇപ്പൊ നമുക്ക് അറിയാം? അറിയണതാരതാ? Sodium. സോഡിയം. സോഡിയം, കാരണം അത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആണ്. അപ്പൊ സോഡിയത്തിന്റെ നമുക്കറിയാം, ക്ലോറിൻ അറിയില്ല. അപ്പൊ ഇനി എങ്ങനെ ചെയ്യണം നോക്ക്. സോഡിയത്തിന് നമ്മൾ +1 കൊടുത്തു, പ്ലസ്. ക്ലോറിൻ നമുക്കറിയില്ല, അറിയാത്തതിന് X കൊടുത്തു, ഈക്വൽ ടു. ഇത് ചാർജ് ഇല്ലാത്ത ഒരു ന്യൂട്രൽ കോമ്പൗണ്ട് ആണ്. അപ്പൊ ഓക്സിഡേഷൻ നമ്പറുകളുടെ തുക 0 ആയിരിക്കും. അപ്പൊ ഈക്വൽ ടു 0. അപ്പൊ X ഈക്വൽ ടു എത്രയാ വരിക? X ഈക്വൽ ടു ഈ +1 ഇക്വേഷന്റെ അപ്പുറത്ത് പോകുമ്പോ എന്താവും? -1. അപ്പൊ ഇവിടെ ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ -1. അപ്പോ ഓക്സിഡേഷൻ നമ്പർ ഇങ്ങനെ കാണാം. ഇനി അടുത്തൊന്ന് നോക്ക്. H2S, ഹൈഡ്രജൻ സൾഫൈഡ്. ഇതില് നമുക്ക് ആരെ ഓക്സിഡേഷൻ നമ്പർ അറിയാം? Hydrogen. ഹൈഡ്രജൻ, അതിന് +1 കൊടുക്കാം. സൾഫറിന്റെ അറിയില്ല. അപ്പൊ നമുക്ക് സൾഫറിന്റെ നമ്മൾ കാണണം. ഹൈഡ്രജന് +1 ആണ് കൊടുക്കുക, ഇൻറ്റു 2 ഹൈഡ്രജൻ ഉണ്ട്, അപ്പൊ ×2, പ്ലസ് സൾഫർ നമുക്കറിയില്ല, അപ്പൊ X ഈക്വൽ ടു 0. അപ്പൊ 2 + X ഈക്വൽ ടു 0. അപ്പൊ X ഈക്വൽ ടു എത്രയാ? ഈ +2 അപ്പുറത്തേക്ക് പോകുമ്പോ -2. അപ്പൊ സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര കിട്ടി? -2. ഈ രണ്ടെണ്ണം വേഗം നോട്ടി. NaCl ക്ലോറിൻ, H2S സൾഫർ.
കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ. ഓക്കെ, അടുത്തൊരു കോമ്പൗണ്ട് നോക്കൂ. H2SO4. 3 എലമെന്റ് ഉണ്ട് ഇവിടെ. H2SO4, ഹൈഡ്രജനും സൾഫറും ഓക്സിജനും. ഇതിൽ ഏതെങ്കിലും രണ്ടാൾ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് അറിയും. ഏത് രണ്ടാൾ ഓക്സിഡേഷൻ നമ്പർ അറിയാം? ഹൈഡ്രജന്റെ ഓക്സിജൻ. ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും. അപ്പൊ നമ്മൾ സൾഫർ ആണ് കാണേണ്ടി വരിക. അപ്പൊ പറഞ്ഞോ, ഹൈഡ്രജൻ എന്താ കൊടുക്കുക? +1. 2 ഹൈഡ്രജൻ ഉണ്ട്, അപ്പൊ × 2 പ്ലസ് സൾഫറിന് X പ്ലസ് ഓക്സിജന് -2 × 4 = 0. +1 × 2 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് X -8 = 0. അപ്പൊ X = ഈ 2 അപ്പുറത്തേക്ക് പോകുമ്പോ -2, -8 അപ്പുറത്തേക്ക് പോകുമ്പോ +8. -8 പ്ലസ് -2 + 8 എന്ന് പറഞ്ഞാൽ എത്രയാ? +6. അപ്പൊ സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ +6. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് നോക്ക്. KMnO4, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, KMnO4. ഇതിൽ ആരൊക്കെ ഓക്സിഡേഷൻ നമ്പർ നമുക്കറിയും? പൊട്ടാസ്യം ഫസ്റ്റ് ഗ്രൂപ്പ് ആണ്, അപ്പൊ അതിന് +1, ഓക്സിജന് -2. അപ്പൊ Mn കാണണം. ഒന്ന് സ്വന്തമായിട്ട് ചെയ്യേ. ആദ്യം ഇത് എഴുതിയതിനു ശേഷം ഇത് കാണാം. ചെയ്ത് കഴിഞ്ഞാൽ പറയൂട്ടോ. നോക്ക്, പൊട്ടാസ്യത്തിന് നമ്മൾ +1 കൊടുത്തു. മാംഗനീസ് നമുക്ക് അറിയില്ല, X കൊടുത്തു. ക്ലാസ് കിട്ടണില്ലാന്നോ? കേറാൻ പറ്റുന്നില്ല. ചോദിക്ക്, ജോയിൻ ചെയ്ത കുട്ടിയാണോ ചോദിച്ചോക്ക്. ആൾറെഡി എൻറോൾഡ് ആയ കുട്ടിയാണോ ചോദിക്ക്. അപ്രൂവൽ പെൻഡിങ് കാണിക്കണ്ടത്ര. ഇന്നലെ എത്ര മണിക്കായിരുന്നു നിങ്ങൾക്ക് ടൈം ടേബിൾ ഇതൊക്കെ ഇന്നലെ വന്നില്ലേ? ഓള് ചെയ്തെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ കേറാൻ പറ്റില്ല. അതായത് 8:28 വരെ ഞാൻ അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, ഇതാണ് ചെയ്യട്ടെ, എന്നിട്ട് അവരെ കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അതിന്റെ കണ്ടിന്യൂഷൻ പോകും. കേക്ക് +1, മാംഗനീസ് നമുക്കറിയില്ല, അപ്പൊ X പ്ലസ് ഓക്സിജന് നമ്മൾ -2 ആണ് കൊടുക്കുക. അപ്പൊ -2 × 4 = 0. അപ്പൊ എന്തായി? 1 + X -2 × 4 എന്ന് പറയുമ്പോൾ -8 = 0. സോ X = എന്താ കിട്ടി? -1 + 8, 7 കിട്ടില്ലേ? അപ്പൊ X = +7. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഒരൊറ്റ പ്രോബ്ലം തരാം, എന്നിട്ട് ആ കുട്ടികൾക്കൊക്കെ ഒന്ന് അപ്രൂവൽ കൊടുത്തിട്ട് വരാം കേട്ടോ. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് H3PO3, അതിലെ Pയുടെ ഓക്സിഡേഷൻ നമ്പർ കാണുക. H3PO3 നിങ്ങളെ ചെയ്തോ, ഞാൻ ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്ത് വരാം, നിങ്ങൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യാം. നോക്കുക, H3PO3 പിക്ക് കിട്ടിയോ? ചെയ്ത് കിട്ടിയോ? എത്ര കിട്ടി? 5. +5 എന്ന് കിട്ടിയിട്ടുണ്ടാവും. 5 എന്ന് കിട്ടിയല്ലോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓക്സിഡേഷൻ നമ്പർ കാണാം. ഇതല്ലാത്ത ഒരു 2-3 കോമ്പൗണ്ടും കൂടെ തരാം.
K2Cr2O7 പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2O7 പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. അതിലെ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് കാണണം. നമുക്ക് ആരൊക്കെ ഓക്സിഡേഷൻ നമ്പർ അറിയാം? പൊട്ടാസ്യത്തിന്റെ ആ കേടത് അറിയാം, ഓടത് അറിയാം അല്ലെ. അത് ചെയ്യണ എങ്ങനെയാ നോക്ക്. പൊട്ടാസ്യത്തിന് +1 ആണ് കൊടുക്കുക. അപ്പൊ +1 × 2 പ്ലസ് ഇവിടെ 2 ക്രോമിയം ഉണ്ട്, 2 ഉണ്ട്. അപ്പൊ നമ്മൾ എക്സ് എന്ന് പറയാൻ 2x എഴുതണം. 2 ഉണ്ടായതുകൊണ്ട് 2x പ്ലസ് ഓക്സിജൻ -2 × 7 = 0. അത് നമുക്ക് +1 × 2 2 + 2x -14 = 0. അപ്പൊ 2x = 2 ഇക്വേഷന്റെ അപ്പുറത്തേക്ക് പോകുമ്പോ -2 -14 അങ്ങോട്ട് പോകുമ്പോ +14. അപ്പൊ 12 എന്ന് കിട്ടും. നോക്കാം, ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റിന്റെ നമ്പർ ആണ്. 2x എന്ന് പറഞ്ഞാൽ 2 എലമെന്റ് ആയി. അപ്പൊ നമ്മൾ എക്സ് മാത്രം കാണണം. x = എന്താ കിട്ടുക? 12. ഈ 2 ഇങ്ങനെ താഴത്തേക്ക് വരും. അപ്പൊ 12/2 ദാറ്റ് ഈസ് ഈക്വൽ ടു +6. അപ്പൊ പൊട്ടാസ്യം ഡൈക്രോമേറ്റിൽ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? +6. ഓക്കെ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഒരൊറ്റ ഒന്നും കൂടെ എഴുതിയിട്ട് നേരെ അടുത്ത ഭാഗത്തേക്ക് പോവാം. നോക്ക്, SO4 2-. ഇതുവരെ നമ്മൾ ചെയ്തതിലൊന്നും ചാർജ് ഉണ്ടായിരുന്നില്ല, ഇത് ചാർജ് ഉണ്ട്. SO4 2-. ഇതിൽ ആരെ ഓക്സിഡേഷൻ നമ്പറാണ് നമ്മൾ കാണേണ്ടി വരിക? സൾഫർ. കാരണം ഓക്സിജൻ നമുക്കറിയാം, അപ്പൊ സൾഫറിന്റെ കാണണം. സൾഫറിന് നമ്മൾ അറിയില്ല, എക്സ് എന്ന് കൊടുത്തു. ഓക്സിജൻ നമുക്ക് അറിയാവുന്ന വാല്യൂ ആണ് -2 × 4 = എന്താ കൊടുക്കുക? -2. ഈ മേലെ ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജ് ആണ് =2 എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ =2. അപ്പൊ നോക്ക്, x -8 = -2. x = -2 -8 അപ്പുറത്ത് പോകുമ്പോ +8 ദാറ്റ് ഈസ് ഈക്വൽ ടു +6. അപ്പൊ ഇവിടെ സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ +6. ഓക്കെ, അപ്പൊ നമുക്ക് അത്യാവശ്യം ഓക്സിഡേഷൻ നമ്പറുകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ക്ലിയർ ആണോ ഈ പറഞ്ഞതൊക്കെ? ക്ലിയർ ആണ്. ഇനി നമുക്ക് ചില എക്സെപ്ഷണൽ കേസുകൾ ഉണ്ട്. അതായത് ഹൈഡ്രജൻ എപ്പോഴും +1 ആണെന്ന് പറഞ്ഞു, +1 അല്ലാത്തൊരു സന്ദർഭം. ഓക്സിജൻ പൊതുവെ -2 ആണെന്ന് പറഞ്ഞു, അതല്ലാത്ത 2 സാഹചര്യങ്ങൾ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അത് നിങ്ങൾ ഹെഡിങ് എഴുതാം, എക്സെപ്ഷൻസ്. നിലവിലുള്ള റൂളിൽ നിന്ന് ചില വ്യത്യാസങ്ങളാണ് എക്സെപ്ഷൻസ്. അപ്പൊ സോഡിയം ഹൈഡ്രൈഡ്, ഇത് മെറ്റൽ ഹൈഡ്രൈഡ് എന്നാണ് വിളിക്കുക. ഹൈഡ്രജന്റെ ഇപ്പുറത്തൊരു മെറ്റൽ, ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റോ അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റോ വരിക. ഇത് ഫസ്റ്റ് ഗ്രൂപ്പിലാണ് സോഡിയം. സോഡിയം ഹൈഡ്രൈഡ് വന്നു. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, സോഡിയം ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആയതുകൊണ്ട് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ +1 എന്ന് തന്നെ കൊടുക്കണം. അപ്പൊ നമ്മളിവിടെ കാണേണ്ടത് ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പറാണ്. അത് കണ്ടോക്കൂ, ഇവിടുത്തെ ഹൈഡ്രജന്റെ കാണാം. ഞാൻ അടുത്ത എഴുതുന്നതില് ഈ അണ്ടർലൈൻ ചെയ്ത ആൾക്കാരെ ഓക്സിഡേഷൻ നമ്പർ മാത്രങ്ങളൊന്ന് കാണാം. NaHല് എച്ചിന്റെ കാണാം, Na2O2 ഓക്സിജന്റെ കാണാം, KO2 ഓക്സിജന്റെ കാണാം. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യും.
ചെയ്ത് കഴിഞ്ഞോ? NaHല് Hന് എന്താ കിട്ടിയത്? -1. ആ -1 കിട്ടും. NaH സോഡിയം ഹൈഡ്രൈഡ്, മെറ്റൽ ഹൈഡ്രൈഡിൽ ഹൈഡ്രജന് -1 കിട്ടും. ആർക്കെങ്കിലും കിട്ടിയത് എങ്ങനെ അറിയില്ലെങ്കിൽ നോക്കുക. സോഡിയത്തിന് നമ്മൾ +1 കൊടുക്കണം, ഹൈഡ്രജൻ അറിയൂല, അപ്പൊ X ഈക്വൽ ടു 0. അപ്പൊ Xന്റെ വാല്യൂ എന്തായി? -1. Na2O2 സോഡിയം പെറോക്സൈഡ് എന്നാ പറയാ, പെറോക്സൈഡ്. അവിടെ ഓക്സിജൻ എന്താ കിട്ടി? -2. -2 കിട്ടൂല. -1. ആ -1 കിട്ടും. -1 നോക്കാം. സോഡിയം നമുക്കറിയാം +1 ഇൻറ്റു 2 സോഡിയം ഉണ്ട്, അപ്പൊ 2 പ്ലസ് O2 എന്നാണ്, അപ്പൊ 2x ഈക്വൽ ടു 0. അപ്പൊ +1 ഇൻറ്റു 2, 2 പ്ലസ് 2x ഈക്വൽ ടു 0. അപ്പൊ 2x ഈക്വൽ ടു -2. ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ 2x അല്ല, x ആണ്. അപ്പൊ x ഈക്വൽ ടു എന്താ? -2/2, ദാറ്റ് ഈസ് ഈക്വൽ ടു -1. അപ്പോ പെറോക്സൈഡിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? -1. ഇനി KO2 അത് പൊട്ടാസ്യം സൂപ്പർ ഓക്സൈഡ് ആണ്. സൂപ്പർ ഓക്സൈഡ് ആണ്. ഇവിടെ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര കിട്ടി? -1/2. ആ -1/2 എന്നാണ് കിട്ടുക. കാരണം പൊട്ടാസ്യത്തിന് +1 പ്ലസ് ഓക്സിജൻ -2, സോറി ഓക്സിജന്റെ ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ O2 ഉണ്ട്, അപ്പൊ 2x ഈക്വൽ ടു 0. അപ്പൊ 2x ഈക്വൽ ടു -1. അപ്പൊ x ഈക്വൽ ടു -1/2. x ഈക്വൽ ടു -1/2. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ എക്സെപ്ഷണൽ കേസുകൾ ഈ 3 ടൈപ്പാണ്. മെറ്റൽ ഹൈഡ്രൈഡ്, അതേപോലെ പെറോക്സൈഡ്, സൂപ്പർ ഓക്സൈഡ്. ഇവരെ കേസിൽ മാത്രമാണ് ജനറൽ വാല്യൂവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണിക്കുകയുള്ളൂ. ബാക്കി എല്ലാ സമയത്തും ഹൈഡ്രജൻ +1, ഓക്സിജൻ -2. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പൊ നമ്മള് ഓക്സിഡേഷൻ നമ്പർ കാണാനുള്ള ജനറൽ ഒരു ഐഡിയ ഉണ്ടാക്കി. അതിന്റെ കൃത്യമായ നോട്ടൊക്കെ നിങ്ങൾക്ക് ഈ ഫോക്കസ് ഏരിയന്റെ ഒരു നോട്ട് ഞാൻ അയച്ചു തരാം. അപ്പൊ അതിലെന്തുണ്ടാവും? അല്ലെങ്കിൽ പണ്ട് നമ്മൾ ക്ലാസ്സിലെടുത്ത റൂൾസ് ഉണ്ടാവും. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കണം. ഇപ്പൊ നമ്മൾ വളരെ അത്യാവശ്യമുള്ള മാത്രമേ പറയാൻ കഴിയുള്ളൂ. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില റൂളുകൾ. ഒന്നാമത്തെ കേസിൽ ഒരു എലമെന്റ് ഒറ്റക്ക് നിൽക്കുകയാണെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? 0. ഒറ്റക്ക് നിൽക്കുക, അല്ലെങ്കിൽ ഒരുപോലത്തെ എലമെന്റ് കൂടി ചേർന്ന് നിൽക്കുക, അപ്പോഴൊക്കെ ഓക്സിഡേഷൻ നമ്പർ 0. അയോണുകളുടെ കേസിൽ ഓക്സിഡേഷൻ നമ്പർ എന്താണ്? അതിന്റെ ചാർജ് ആയിരിക്കും. സപ്പോസ് Cl-, അപ്പൊ ഓക്സിഡേഷൻ നമ്പർ -1. O2-, ഓക്സിഡേഷൻ നമ്പർ -2. N3-, അപ്പൊ -3. Al3+, +3. ആ രൂപത്തില് അയോണുകളുടെ കേസിൽ ഓക്സിഡേഷൻ നമ്പർ അതിന്റെ ചാർജ് ആയിരിക്കും. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും +1. എപ്പോഴും എന്ന് പറഞ്ഞാൽ കൂട്ടത്തിലാണെങ്കിൽ ഒറ്റക്ക് നിൽക്കുമ്പോൾ എല്ലാവർക്കും 0 ആണ്. സെക്കൻഡ് ഗ്രൂപ്പിന് +2. ഫ്ലോറിന് എപ്പോഴും -1. ഓക്സിജന് ജനറലി -2. എക്സെപ്ഷണൽ കേസ് നമ്മൾ പറഞ്ഞു. ഹൈഡ്രജൻ ജനറലി +1. എക്സെപ്ഷണൽ കേസ് പറഞ്ഞു. ന്യൂട്രൽ കോമ്പൗണ്ടിന്റെ കേസിൽ, അതായത് ചാർജ് ഇല്ലാത്ത കോമ്പൗണ്ട്, അവരുടെ കേസിൽ ഓക്സിഡേഷൻ നമ്പറുകളുടെ തുക എത്രയായിരിക്കും? 0. ഓക്സിഡേഷൻ നമ്പറിന്റെ തുക 0. ചാർജ് ഉള്ള കോമ്പൗണ്ടിൽ ഓക്സിഡേഷൻ നമ്പറുകളുടെ തുക എന്തായിരിക്കും? ചാർജ് ആയിരിക്കും. അവരുടെ ചാർജ് ആയിരിക്കും ഓക്സിഡേഷൻ നമ്പറുകളുടെ സം എന്നുള്ളത്. ഇപ്പൊ ഓക്സിഡേഷൻ നമ്പർ എന്നുള്ളൊരു ഏരിയ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി നമ്മൾ നേരെ ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ് അനുസരിച്ച് എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ നോക്കാം. അത് ചെറിയൊരു ഹെഡിങ്, റിഡോക്സ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ.
redox reaction in terms of oxidation number. ഞാനൊരു റിയാക്ഷൻ എഴുതാം. Zn plus 2HCl gives ZnCl2 plus H2. Zn plus 2HCl gives ZnCl2 plus H2. ഇതിൽ ഓരോന്നിന്റെയും ഓക്സിഡേഷൻ നമ്പർ അതാതിന്റെ മേലെ എഴുത്. ശ്രദ്ധിക്കുക, ഒരു കോമ്പൗണ്ടിലാണെങ്കിൽ സിങ്കിന് നമുക്ക് +2 എന്ന് കൊടുക്കാം. കൂടെ ഓക്സിജനോ ഹൈഡ്രജനോ ഒക്കെ വരുമ്പോഴല്ല, അല്ലാത്ത കേസിൽ സിങ്കിന് നേരെ എന്ത് ചെയ്യാം, +2 കൊടുക്കാം. ഒന്ന് പറയും. Zn ഓക്സിഡേഷൻ നമ്പർ എത്രയാ? 0. ഒറ്റക്ക് നിൽക്കാണ്, അതുകൊണ്ട് 0. HCl ശ്രദ്ധിക്കുക, ഇവിടെ 2, 3 എന്നൊക്കെ കാണാം. അത് നമ്മൾ മെയിൻ ചെയ്യണ്ട. നമ്മൾ ഒരു മോളിക്യൂളിന്റെ കേസ് മാത്രമേ എടുക്കേണ്ടതുള്ളൂ. അപ്പൊ ലെഫ്റ്റിൽ 2ഉം 3ഉം നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ HCl ഹൈഡ്രജൻ എന്താ കൊടുക്കുക? +1. അപ്പൊ ക്ലോറിൻ എന്ത് കിട്ടും? -1. -1 കിട്ടും. ഹൈഡ്രജൻ +1 പ്ലസ് ക്ലോറിൻ നമുക്കറിയില്ല, x = 0. അപ്പൊ x = -1 എന്ന് കിട്ടും. ZnCl2 ശ്രദ്ധിക്കുക, കോമ്പൗണ്ടിൽ സിങ്കിന് +2 ആണ് കൊടുക്കേണ്ടത്, നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു ക്ലോറിൻ എന്താ വരിക? -1. -1. +2 + 2x = 0. അപ്പൊ 2x = -2. അപ്പൊ x = -2/2, that is equal to -1. ഇനി H2 എന്താ കൊടുക്കുക? 0. H2ന് 0. കാരണം ഒരേപോലത്തെ എലമെന്റ് നിന്നാലും ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. അപ്പൊ ഇനി നോക്ക്, സിങ്ക് ഈ 0യിൽ നിന്ന് +2ലേക്ക് എത്തി. അതായത് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തു, കൂടി. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ, അതിനെ വിളിക്കുന്ന പേരാണ് ഓക്സിഡേഷൻ. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണ് എന്ത്? ഓക്സിഡേഷൻ. അപ്പൊ സിങ്ക് 0 എന്ന് +2ലേക്ക് എത്തി. അപ്പൊ ആ റിയാക്ഷന്റെ പേര് ഓക്സിഡേഷൻ. ഓക്കെ അല്ലേ? ഇനി നോക്ക്, ഹൈഡ്രജൻ ഇവിടെ +1 ആണ്, ഇവിടെ ചെന്നപ്പോ 0 ആയി. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ എന്താ ചെയ്തു? ഡിക്രീസ് ചെയ്തു, കുറഞ്ഞു. അതിന് ഓക്സിഡേഷൻ നമ്പർ കുറയുന്നതിന്റെ പേരാണ് റിഡക്ഷൻ. ഓക്സിഡേഷൻ നമ്പർ കുറയുന്നതിന്റെ പേര് റിഡക്ഷൻ. അത് നമ്മൾ ചെയ്യേണ്ടത്, എല്ലാവരും ഓക്സിഡേഷൻ നമ്പർ എഴുതുക. ഇതിൽ കൂടുതലുള്ളത് ഏതിൽക്കാ നോക്കുക, അത് ഓക്സിഡേഷൻ. കുറവുള്ളതുണ്ടെങ്കിൽ റിഡക്ഷൻ. ഇനി ഈ ഭാഗത്ത് ഇങ്ങനത്തെ റിയാക്ഷൻ തന്നിട്ട് 4 ചെറിയ ക്വസ്റ്റ്യൻ ഉണ്ടാവും, 2 മാർക്കിന് ഉണ്ടാവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാവുക, ദ സബ്സ്റ്റൻസ് ഗെറ്റ് ഓക്സിഡൈസ്ഡ്. അതായത് ഓക്സിഡേഷൻ നടന്ന വസ്തു ഏതാണ്? സബ്സ്റ്റൻസ് ഗെറ്റ് ഓക്സിഡൈസ്ഡ്. രണ്ടാമത്തേല് സബ്സ്റ്റൻസ് ഗെറ്റ് റെഡ്യൂസ്ഡ്. റിഡക്ഷൻ നടന്നതായിരിക്കും. മൂന്നാമത്തതില് ഓക്സിഡന്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റ്. രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്സിഡന്റിനെയാണ് ഓക്സിഡൈസിങ് ഏജന്റ്. അതാരാണ് ചോദിക്കും. നാലാമത്തേല് റിഡക്റ്റന്റ് ഓർ റെഡ്യൂസിങ് ഏജന്റ്. ഏതെങ്കിലും ഒരു ടേമേ തരാറുള്ളൂ. റിഡക്റ്റന്റിന്റെ വേറെ പേരാണ് റെഡ്യൂസിങ് ഏജന്റ്. അതേതാന്ന് ചോദിക്കും. ജസ്റ്റ് നോക്ക്, ഇവിടെ ആർക്കാ ഓക്സിഡേഷൻ നടന്നത്? സിങ്ക് ആണ് ഈ +2ലേക്ക് എത്തിയത് അല്ലെ? അപ്പൊ സിങ്കിനാണ് ഓക്സിഡേഷൻ നടന്നത്, Zn. റിഡക്ഷൻ നടന്നതായിരിക്കാം ഹൈഡ്രജൻ. അവിടെയാണ് നിങ്ങൾക്ക് എപ്പോഴും തെറ്റുക. റിഡക്ഷൻ നടക്കുന്നത് ഹൈഡ്രജൻ മാത്രമല്ല, ഹൈഡ്രജൻ ഉള്ള ഈ കോമ്പൗണ്ടിനാണ്.
സബ്സ്റ്റൻസ് ഗെറ്റ് റെഡ്യൂസ്ഡ് എന്നാണ് ചോദിക്കുന്നത്. റിഡക്ഷൻ നടന്ന സബ്സ്റ്റൻസ് ഏതാണ്, എലമെന്റ് ഏതാന്നല്ല. അപ്പൊ ഇതിപ്പോ ഒരൊറ്റ ഒന്നായതുകൊണ്ട് നമ്മൾ അത് അങ്ങനെ എഴുതും. ഇവിടെ നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ഹൈഡ്രജൻ ഉള്ള ആ കോമ്പൗണ്ട് എഴുതണം. അപ്പൊ ഏതാ കോമ്പൗണ്ട്? HCl. അത് ഹൈഡ്രജൻ കൊണ്ട് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്, പക്ഷെ ആ കോമ്പൗണ്ട് മുഴുവനായിട്ട് നമ്മൾ എഴുതണം. അപ്പൊ സബ്സ്റ്റൻസ് ഗെറ്റ് റെഡ്യൂസ്ഡ് ആരാണ്? HCl. ഇനി ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാല് റിഡക്ഷൻ നടക്കുന്ന വസ്തുവാണ് ഓക്സിഡൈസിങ് ഏജന്റ്. റിഡക്ഷൻ നടക്കുന്ന വസ്തു ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ ആരാ ഓക്സിഡൈസിങ് ഏജന്റ്? ഹൈഡ്രജൻ. HCl. അപ്പൊ ആരായിരിക്കും റെഡ്യൂസിങ് ഏജന്റ്? Zn. റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നടക്കുന്ന വസ്തു. അപ്പൊ റെഡ്യൂസിങ് ഏജന്റ് Zn. അപ്പൊ നോക്കുക, സിങ്ക് 0 +2 എത്തി, അതായത് സബ്സ്റ്റൻസ് ഗെറ്റ് ഓക്സിഡൈസ്ഡ് സിങ്ക്. HCl ഹൈഡ്രജൻ +1 ഇവിടെ ചെന്നപ്പോൾ 0 ആയി. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ കുറയാണ് ചെയ്തത്, അതുകൊണ്ട് റിഡക്ഷൻ നടന്നു. റിഡക്ഷൻ നടന്ന സബ്സ്റ്റൻസ് ഏതാന്ന് ചോദിച്ചാൽ ആ എലമെന്റ് ഉള്ള മുഴുവൻ സബ്സ്റ്റൻസ് എഴുതണം. എപ്പോഴും റിയാക്ടൻസ് എടുത്ത ആൾക്കാരെ മാത്രമേ എഴുതേണ്ടതുള്ളൂ, പ്രോഡക്റ്റിന്റെ പേര് എഴുതരുത്. പിന്നെ ഓക്സിഡൈസിങ് ഏജന്റ് ഏതാന്ന് ചോദിച്ചാൽ റിഡക്ഷൻ നടന്ന വസ്തു, റെഡ്യൂസിങ് ഏജന്റ് ചോദിച്ചാൽ ഓക്സിഡേഷൻ നടന്ന വസ്തു. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഒന്ന് വേഗം നോട്ട് ചെയ്യേ. ഇതിന്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ ഞാൻ തരാം, അതൊന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്യണം. എന്നിട്ട് നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോകും. എഴുതി കഴിഞ്ഞാൽ പറയണം. കഴിഞ്ഞു. ഓക്കെ, അടുത്ത റിയാക്ഷൻ ഞാൻ എഴുതാം. നിങ്ങൾ അതിൽ ഓക്സിഡേഷൻ നമ്പർ ഒക്കെ കണ്ട് ഈ 4 ക്വസ്റ്റ്യൻ അതിൽ ആൻസർ ചെയ്യണം. റിയാക്ഷൻ ഇതാണ്: H2SO4 plus 2HBr gives SO2 plus Br2 plus 2H2O. SO2 plus Br2 plus 2H2O. ഓരോന്നിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടിട്ട് ഈ 4 ക്വസ്റ്റ്യൻ എഴുതി അതിന്റെ ആൻസർ ഇങ്ങനെ എഴുതിയിട്ടൊന്ന് പറയും. ആർക്കെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ അവർ ചോദിച്ചോ, ക്ലിയർ ചെയ്ത് തരാം.
കഴിഞ്ഞോ? ഇല്ല. നോക്കൂ. നോക്ക് ഒന്ന് പറയൂ. H2SO4 ഹൈഡ്രജൻ എന്താ കൊടുക്കുക? +1. +1. ഓക്സിജന് -2. അപ്പൊ സൾഫറിന് എന്ത് വരും? +6. +6 എന്ന് കിട്ടും. സൾഫർ +6. ഇനി HBr ഹൈഡ്രജൻ എന്ത് കൊടുക്കണം? +1. +1. അപ്പൊ ബ്രോമിൻ എന്താ കിട്ടുക? -2. അതെങ്ങനെ -2 കിട്ടുക? -1. ഹൈഡ്രജന് +1 പ്ലസ് ബ്രോമിൻ നമുക്ക് അറിയില്ല. അപ്പൊ x = 0. അപ്പൊ x = -1 അല്ലേ വരുള്ളൂ. ഈ 2 നിങ്ങൾ എടുക്കരുത്. ഈ 2 നോക്കേണ്ട ആവശ്യമില്ല. അടുത്തത് SO2. അതിൽ ഓക്സിജൻ നിങ്ങൾക്ക് അറിയാം -2 ആണ് കൊടുക്കുക. അപ്പൊ സൾഫറിന് എന്ത് കിട്ടും? സൾഫറിന് എന്താ കിട്ടുക? 4. എങ്ങനെ 2 കിട്ടുക? നോക്ക്, ഇതാണ് നമ്മൾ കാണുന്നത്. സൾഫർ നമുക്ക് അറിയില്ല, അതുകൊണ്ട് x പ്ലസ് ഓക്സിജൻ നമ്മൾ ജനറൽ വാല്യൂ -2 ആണ്. ഇൻറ്റു ഇവിടെ 2 ഓക്സിജൻ ഉണ്ട് =0. അപ്പൊ x -4 = 0. അപ്പൊ x = -4 അങ്ങോട്ട് പോകുമ്പോ +4. അപ്പൊ അതല്ലേ സൾഫറിന് കൊടുക്കുക +4. ഇനി Br2 എന്ത് കൊടുക്കും? ഒരേപോലത്തെ എലമെന്റ് ആണ്. 0. H2O ഹൈഡ്രജൻ +1. +1. ഓക്സിജൻ -2. -2. നിങ്ങൾ ഇതേപോലെ ചെയ്യുമ്പോഴേ ഇതേപോലെ x എന്നൊക്കെ പറഞ്ഞ് എഴുതി ചെയ്യണം, അല്ലെങ്കിൽ തെറ്റും. അപ്പൊ ഇനി നോക്ക്, ഇവിടെ ഹൈഡ്രജൻ +1, ഇവിടെ +1, അവിടെ +1, നോ ചേഞ്ച്. സൾഫർ ഇവിടെ +6 ആണ്, ഇവിടെ ചെന്നപ്പോ +4 ആയി. അപ്പൊ ഏതാ റിയാക്ഷൻ? റിഡക്ഷൻ. ഓക്സിഡേഷൻ നമ്പർ കുറയുന്നതിന്റെ പേര് റിഡക്ഷൻ. പിന്നെ ഇവിടെ Br ബ്രോമിൻ ഇവിടെ -1 ആണ്, ഇവിടെ 0 ആണ്. -1 വലുതല്ലേ 0? അപ്പൊ ഓക്സിഡേഷൻ നമ്പർ കൂടി. അപ്പൊ അതിന്റെ പേരെന്താ? ഓക്സിഡേഷൻ. അപ്പൊ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ 4 ക്വസ്റ്റ്യനുകളൊന്ന് ആൻസർ പറയും. ആർക്കാണ് ഇവിടെ ഓക്സിഡേഷൻ നടന്നത്? ബ്രോമിൻ എന്ന് പറയരുത്. ബ്രോമിൻ അടങ്ങിയ കോമ്പൗണ്ട് മുഴുവൻ പറയണം. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ബ്രോമിൻ എന്ന് പറഞ്ഞാൽ അത് പ്രോഡക്റ്റിലത്തതാണ്, അയാൾക്കൊന്നും സംഭവിക്കൂല. റിയാക്ടന്റ് ആൾക്കാർക്ക് മാത്രമേ നടക്കുള്ളൂ. അപ്പൊ ബ്രോമിൻ അടങ്ങിയ കോമ്പൗണ്ട് ഏതാ? HBr. നിങ്ങൾ അങ്ങനെ പറയണം, അപ്പോഴേ ബാക്കിയുള്ളവർക്കും കൂടെ അത് ക്ലിയർ ആവുള്ളൂ. തെറ്റുന്നത് പറയണം, എന്നാലേ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. HBr. സബ്സ്റ്റൻസ് ഗെറ്റ് റെഡ്യൂസ്ഡ്. ആർക്കാ റിഡക്ഷൻ നടന്നത്? H2SO4. സൾഫർ ഉള്ള ഈ കോമ്പൗണ്ട് മുഴുവൻ പേര് പറയണം. അപ്പൊ H2SO4. ഓക്സിഡൈസിങ് ഏജന്റ് ഏതാ? H2SO4. റിഡക്ഷൻ നടന്ന വസ്തു അതാണ് H2SO4. റെഡ്യൂസിങ് ഏജന്റോ? HBr. ഓക്സിഡേഷൻ നടന്നതാണ് റെഡ്യൂസിങ് ഏജന്റ്, ദാറ്റ് ഈസ് HBr. ഇപ്പൊ ചെറിയൊരു ഐഡിയ കിട്ടിയോ ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ്? അതായത് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാല് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ, റിഡക്ഷൻ എന്ന് പറഞ്ഞാല്
ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ജസ്റ്റ് ഒന്ന് ആവശ്യമുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓക്സിഡേഷൻ, ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ റിഡക്ഷൻ. ഓക്കെ, അടുത്ത ഏരിയയിലേക്ക് പോട്ടെ. എല്ലാവരും ഇത് എഴുതിയിട്ടുണ്ടല്ലോ? ഇല്ലെങ്കിൽ വോയിസ് ആയിട്ട് പറയണം. മെസ്സേജ് നമ്മൾ എപ്പോഴും നോക്കൂല. ഇല്ല. എഴുതിയിട്ടില്ല? വേഗം കംപ്ലീറ്റ് ചെയ്യ്. കഴിഞ്ഞു. ഓക്കെ, ഓക്കെ. അടുത്ത ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ഹെഡിങ് എഴുതണം. ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. 4 ടൈപ്പാണുള്ളത്. നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞു വരാം. ഒന്നാമത്തെ ടൈപ്പാണ് കോമ്പിനേഷൻ റിഡോക്സ് റിയാക്ഷൻ. കോമ്പിനേഷൻ റിഡോക്സ് റിയാക്ഷൻ. കോമ്പിനേഷൻ റിഡോക്സ് റിയാക്ഷൻ. ശ്രദ്ധിക്കുക, നമ്മളൊരു എക്സാമ്പിളിലൂടെ വരാം. C+O2 gives CO2. അല്ലെ, 2 റിയാക്ടന്റ് കമ്പൈൻ ചെയ്ത് ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാവാം. 2 റിയാക്ടന്റ് കൂടി ചേർന്ന് അല്ലെങ്കിൽ 2 അഭികാരങ്ങൾ കൂടി ചേർന്ന് ഒരു പ്രോഡക്റ്റ് ഉണ്ടാവാം. ഇവിടെ ഓക്സിഡേഷനും നടക്കണം, റിഡക്ഷനും നടക്കണം. അപ്പോഴാണ് അതിനെ കോമ്പിനേഷൻ റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കുക. അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ, ഈ കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര? ഒറ്റക്ക് നിൽക്കുകയാണ്. 0. 0. O2 എന്താ കൊടുക്കുക? 0. ഒറ്റക്കാണ്, വേറെ എലമെന്റ് ഒപ്പമില്ല. അതാണ് ഒറ്റക്ക് എന്ന് പറഞ്ഞാൽ. CO2 അവിടെ ഓക്സിജൻ എന്താ കൊടുക്കുക? -2. അപ്പൊ കാർബണിന് എന്ത് കിട്ടും? 4. നിങ്ങൾ എക്സ് എന്നൊക്കെ പറഞ്ഞ് ചെയ്താല് ലാസ്റ്റ് +4 എന്ന് കിട്ടും. +4. അത് നോക്ക്, കാർബൺ 0-യിൽ നിന്ന് 4-ലേക്ക് എത്തി. ഏതാ റിയാക്ഷൻ? 0 4-ക്ക് എത്തിയാൽ ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ. ഓക്സിജൻ 0-ന്ന് -2-ലേക്ക് എത്തി. ഏതാ റിയാക്ഷൻ? റിഡക്ഷൻ. റിഡക്ഷൻ. കാർബൺ 0-ന്ന് +4-ലേക്ക് ഓക്സിഡേഷൻ, ഓക്സിജൻ 0-ന്ന് -2 കുറയാണ് ചെയ്തത്. അപ്പൊ റിഡക്ഷൻ. അത് നോക്കാം, ഇവിടെ റിഡോക്സ് റിയാക്ഷൻ സംഭവിച്ചില്ലേ? ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 2 റിയാക്ടൻസ് കമ്പൈൻഡ് ടു ഫോം എ പ്രോഡക്റ്റ്. ഒരു റിയാക്ടന്റ് 2 റിയാക്ടന്റ് കൂടി ചേരുക, എന്നിട്ട് ഒരു ഒറ്റ പ്രോഡക്റ്റ് ആയിട്ട് മാറുക. അത് റിഡോക്സ് റിയാക്ഷൻ ആവാൻ ഒരു കണ്ടീഷൻ ഉണ്ട്. Any one of the reactants should be in their elemental form. അതിൽ ഏതെങ്കിലും ഒരു റിയാക്ടന്റ് എലമെന്റൽ ഫോമിലായിരിക്കണം. എലമെന്റൽ ഫോം എന്ന് പറഞ്ഞാല് ഓക്സിഡേഷൻ നമ്പർ 0 ഉള്ള ഫോം. ഇവിടെ 2 ആളും എലമെന്റൽ ഫോം തന്നെയല്ലേ? അപ്പൊ ഏതെങ്കിലും ഒന്നെങ്കിലും എന്തായിരിക്കണം? എലമെന്റൽ ഫോമിലായിരിക്കണം. അതാണ് ഓക്സിഡേഷൻ റിയാക്ഷൻ. ഒരൊറ്റ എക്സാമ്പിളും കൂടെ നമുക്ക് ചെയ്യാം. 2Mg plus Cl2 gives 2MgCl. Sorry, MgCl2. ഇങ്ങനെയാണ് കോമ്പൗണ്ട്. Mg plus Cl2 gives MgCl2. എല്ലാവരും ഓക്സിഡേഷൻ നമ്പർ ഒന്ന് കണ്ടേ. മഗ്നീഷ്യം സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ് ആണ് എന്നുള്ളൊരു ധാരണ വേണം. ഇവിടെ നോക്ക്,
മെഗ്നീഷ്യം ഒറ്റക്കാണ്, എന്താ കൊടുക്കുക? Zero. Zero. 0. Cl2 Zero. 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 0. MgCl2 എന്ന് പറയുമ്പോ മെഗ്നീഷ്യത്തിന് എന്ത് കൊടുക്കണം? Plus two. Two. ആ +2. അപ്പൊ ക്ലോറിൻ എന്താ വരിക? -1. -1 വരും കേട്ടോ. എക്സ് എന്നൊക്കെ പറഞ്ഞ് കിട്ടുമ്പോ -1 വരും. അത് നോക്ക്, മെഗ്നീഷ്യം 0 +2 എത്തി. ഏതാ റിയാക്ഷൻ? Oxidation. Oxidation. ഓക്സിഡേഷൻ. ക്ലോറിൻ 0 -1 എത്തി. അപ്പൊ ഏതാ റിയാക്ഷൻ? Reduction. റിഡക്ഷൻ. ഇവിടെ റിയാക്ടന്റുകൾ എലമെന്റൽ ഫോമിൽ ഉണ്ടല്ലോ. എലമെന്റൽ ഫോം എന്ന് പറഞ്ഞാല് ഓക്സിഡേഷൻ നമ്പർ 0 ഉള്ള ഫോമിൽ ഉണ്ട്. അതുകൊണ്ട് ഇതൊരു കോമ്പിനേഷൻ റിഡോക്സ് റിയാക്ഷൻ ആണ്. ആ കോമ്പിനേഷൻ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ 2 റിയാക്ടൻസ് അല്ലെങ്കിൽ 2 എലമെന്റ്സ് combined to form a new product. Any one of the reactants should be in their elemental form. അതാണ് കോമ്പിനേഷൻ റിഡോക്സ് റിയാക്ഷൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ. രണ്ടാമത്തെ ടൈപ്പാണ്. അത് നിങ്ങൾ എഴുതണം. ആരെങ്കിലും എഴുതി പറയുമ്പോൾ തന്നെ നിങ്ങൾ എഴുതി വെച്ചോ, കാരണം നമുക്ക് സമയം കുറവായിരിക്കും. രണ്ടാമത്തെ ടൈപ്പിന്റെ പേര് ഡീകമ്പോസിഷൻ റിഡോക്സ് റിയാക്ഷൻ. ഡീകമ്പോസിഷൻ റിഡോക്സ് റിയാക്ഷൻ. ഡീകമ്പോസിഷൻ റിഡോക്സ് റിയാക്ഷൻ. ഇവിടെ നമ്മൾ ചെയ്യണത് ഒറ്റ റിയാക്ടന്റ് അത് ബ്രേക്ക് ചെയ്തിട്ട് ഒന്നിലധികം പ്രോഡക്റ്റ് ഉണ്ടായിട്ട് മാറാം. സപ്പോസ് 2H2O gives 2H2 plus O2. ഒറ്റ റിയാക്ടന്റ് ബ്രേക്ക് ഡൗൺ ഇൻ ടു സിംപിളർ പ്രോഡക്ട്സ്, ചെറിയ പ്രോഡക്റ്റ് ഉണ്ടായിട്ട് മാറാം. ഇവിടെ പ്രോഡക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് എലമെന്റൽ ഫോമിലായിരിക്കണം. എനി വൺ ഓഫ് ദ പ്രോഡക്ട്സ് ഷുഡ് ബി ഇൻ ദയർ എലമെന്റൽ ഫോം. ഇനി പറഞ്ഞോ, H2O ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താ? +1. +1. ഓക്സിജൻ എന്താ കിട്ടുക? -2. -2. 2H2 എന്ന് പറയുമ്പോ എന്താ? 0. 0. O2 എന്ന് പറയുമ്പോ 0. കാരണം അവരൊക്കെ ഒറ്റക്ക് നിൽക്കുന്ന ആൾക്കാരാണ്. അത് നോക്ക്, ഹൈഡ്രജൻ +1 എന്ന് 0 എത്തി. ഏതാ റിയാക്ഷൻ? Reduction. ഓക്സിജൻ -2 എന്ന് 0 എത്തി. അപ്പൊ ഏതാ റിയാക്ഷൻ? Oxidation. അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ ഉണ്ട്, റിഡക്ഷൻ ഉണ്ട്. പ്രോഡക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് എലമെന്റൽ ഫോമിലായിരിക്കണം. ഇവിടെ രണ്ടാളും എലമെന്റൽ ഫോമിൽ തന്നെയാണ്. അപ്പൊ ഒരൊറ്റ റിയാക്ടന്റ് ബ്രേക്ക് ഡൗൺ ഇൻ ടു സിംപ്ലർ പ്രോഡക്ട്സ്. ദർ എനി വൺ ഓഫ് ദ പ്രോഡക്ട്സ് ഷുഡ് ബി ഇൻ ദയർ എലമെന്റൽ ഫോം. ഇതിനെയാണ് നമ്മൾ ഡീകമ്പോസിഷൻ റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കുക. ഇനി അവിടെ അടുത്തൊരു എക്സാമ്പിളും കൂടെ നമുക്ക് ചെയ്യാം. Two KClO3 gives 2 KCl plus 3 O2. പറഞ്ഞോ, KClO3 ഇതിൽ ആരൊക്കെ ഓക്സിഡേഷൻ നമ്പർ നമുക്കറിയാം? പൊട്ടാസ്യത്തിന്റെയും ഓക്സിജന്റെ അറിയാം. പൊട്ടാസ്യത്തിന് നമ്മൾ +1 കൊടുക്കുക, ഓക്സിജന് -2 കൊടുക്കുക. അപ്പൊ നമ്മൾ ക്ലോറിന്റെ എത്ര? ജസ്റ്റ് ഒന്ന് കണ്ടോക്ക്. 5 എന്ന് കിട്ടും അല്ലെ? X = 5 എന്ന് കിട്ടും, +5. ഇനി അവിടെ KCl, കേക്ക് എന്താ കൊടുക്കുക? +1. Clന് എന്ത് കൊടുക്കും? എന്ത് കിട്ടും? -1 അല്ലേ? -1. O2 എന്ത് കൊടുക്കാം? 0. നോക്ക്,
കെ ഇവിടെയും +1 അവിടെയും +1 നോ ചേഞ്ച്. ക്ലോറിൻ ഇവിടെ +5 ആണ്, അവിടെ -1 ആണ്. +5 എന്ന് -1 എത്തിയാൽ റിഡക്ഷൻ. റിഡക്ഷൻ. +5 എന്ന് -1 എത്തിയ റിഡക്ഷൻ. ഓക്സിജൻ -2 നിന്ന് 0 എത്തുക. -2 നിന്ന് 0 എത്തിയാൽ ഏതാ റിയാക്ഷൻ? ഓക്സിഡേഷൻ. 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 -2 നിന്ന് 0 എത്തിയാൽ ഓക്സിഡേഷൻ. ഓക്കെ, ഇനി ഇതൊക്കെ നമുക്കറിയാം. ഒറ്റ റിയാക്ടന്റ് 2 പ്രോഡക്റ്റ്. അപ്പൊ ഡീകമ്പോസിഷൻ റിഡോക്സ് റിയാക്ഷൻ ആണ്. പറഞ്ഞ കണ്ടീഷൻ മറക്കരുത്. പ്രോഡക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് എലമെന്റൽ ഫോമിലായിരിക്കണം. ഇനി എപ്പോഴും എക്സാമിന് നിങ്ങളെ തെറ്റിക്കാൻ വരുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. CaCO3 gives CaO plus CO2. ഇതൊരു ഡീകമ്പോസിഷൻ റിഡോക്സ് റിയാക്ഷൻ ആണോ എന്നാണ് ചോദിക്കുക. ആണോ? അല്ല. അല്ല. എന്തുകൊണ്ടാ? ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നില്ല. ഓക്സിഡേഷൻ റിഡക്ഷൻ നടക്കണില്ല എന്നൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ഇവിടെ നോക്കിയാൽ തന്നെ അല്ല എന്ന് പറയാൻ പറ്റിയ എന്തുകൊണ്ടാ? പ്രോഡക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് എലമെന്റൽ ഫോമിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ ഒരു എക്സാമ്പിൾ എഴുതിയിട്ട് ഇറ്റ് ഈസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ എന്ന് വലുതാക്കിയിട്ട് എഴുതിക്കോ. കാരണം പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന സാധനമാണ്. ഇതന്നെ ചോദിക്കാം. ഇറ്റ് ഈസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ. ഇറ്റ് ഈസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ. ഇത് രണ്ടും ഡീകമ്പോസിഷൻ റിഡോക്സ് റിയാക്ഷൻ ആണ്. ഇത് ഡീകമ്പോസിഷൻ ആണ്, പക്ഷെ ഇതെന്തല്ല, റിഡോക്സ് റിയാക്ഷൻ അല്ല. കാരണം പ്രോഡക്റ്റിൽ ഏതെങ്കിലും ഒന്ന് എലമെന്റൽ ഫോമിൽ വേണം, അതില്ല. ഇനി ഓക്സിഡേഷൻ നമ്പർ കണ്ടാൽ തന്നെ അവിടെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണില്ല. ഇപ്പൊ ഡീകമ്പോസിഷൻ റിഡോക്സ് റിയാക്ഷൻ ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ ടൈപ്പിലേക്ക് പോവാണ്. ഡിസ്പ്ലേസ്മെന്റ് റിഡോക്സ് റിയാക്ഷൻ. അപ്പൊ നമ്മൾ നേരത്തെ തന്ന നോട്ട് നിങ്ങൾ ഇതിന്റെ ഡെഫിനേഷനൊക്കെ വേണ്ടി ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം, ഒരു ടീം ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ കെമിസ്ട്രിയിലെ മുഴുവനായിട്ടുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഫോക്കസ് ഏരിയന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെ? പാലക്കാട് ജില്ലന്റെ ഒരു നോട്ട് നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ? സ്കൂളിൽ നിന്നോ മറ്റോ കിട്ടിയിട്ടുണ്ടോ? പാലക്കാട് ജില്ലാ കെമിസ്ട്രി ടീച്ചേഴ്സ് ഉണ്ടാക്കി. അത് ഞാനൊന്ന് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. അത് നിങ്ങൾ എന്ത് ചെയ്യാം, അതിലെ ഈ ചാപ്റ്റർ നോക്കിയിട്ട് പിന്നെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ നോക്കി എഴുതാം. സിമ്പിൾ ആണ്. നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെയാണ് അതിലുണ്ടായിരിക്കുക. ഞാനെന്തെങ്കിലും പഴയ നോട്ട് എന്റെ നോട്ട് ഇല്ലെങ്കിൽ മാത്രം അത് ഉപയോഗിച്ചാൽ മതി. ഞാൻ നേരത്തെ തന്ന നോട്ട് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത്. അടുത്തത് ഡിസ്പ്ലേസ്മെന്റ് റിഡോക്സ് റിയാക്ഷൻ. മൂന്നാമത്തെ ടൈപ്പാണ് ഡിസ്പ്ലേസ്മെന്റ് റിഡോക്സ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിഡോക്സ് റിയാക്ഷൻ. നോക്കാം, നമുക്ക് ഒന്ന് രണ്ട് ചെറിയ എക്സാമ്പിൾ നോക്കാം. Zn പ്ലസ് കോപ്പർ സൾഫേറ്റ് ഗീവ്സ് ZnSO4 പ്ലസ് കോപ്പർ. അല്ലെ, ഇതൊരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. കാരണം കോപ്പർ സൾഫേറ്റിൽ നിന്നും കോപ്പർ എന്നുള്ള മെറ്റലിനെ ആര് ഡിസ്പ്ലേസ് ചെയ്തു? സിങ്ക് ഡിസ്പ്ലേസ് ചെയ്തു. അല്ലെ, കോപ്പറിനെ മാറ്റിയിട്ട് അവിടെ സിങ്ക് വന്നു. അപ്പോഴാണ് സിങ്ക് സൾഫേറ്റ് ആയത്. പ്ലസ് കോപ്പർ ബാക്കി ഉണ്ടാവും. ഇത്തരത്തിലുള്ള റിയാക്ഷൻ ഇത് റിഡോക്സ് റിയാക്ഷൻ ആവും. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. റിഡോക്സ് റിയാക്ഷൻ ആവണമെങ്കിൽ ഈ പറഞ്ഞ പോലെ റിയാക്ടന്റുകളിൽ ഏതെങ്കിലും ഒന്ന് എലമെന്റൽ ഫോമിലായിരിക്കണം. എന്നാൽ മാത്രമേ അത് എന്താവുള്ളൂ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആയിട്ട് വരുള്ളൂ. നോക്ക്, പിന്നെ കോമ്പൗണ്ടിൽ വന്നാൽ ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള ഇപ്പൊ 3 എലമെന്റ് ഉണ്ട്, കോപ്പറും സൾഫറും ഓക്സിജനും ഒക്കെ. അങ്ങനെ കോപ്പറും സിങ്കും ഒക്കെ ഒരു കോമ്പൗണ്ടില് ഓക്സിജൻ മാത്രമുള്ള കേസല്ല, വേറെ ഒരു എലമെന്റും കൂടെ ഉണ്ടെങ്കിൽ അവിടെ അവർ ഉപയോഗിക്കേണ്ടത് +2 എന്നുള്ള ഓക്സിഡേഷൻ നമ്പർ. കോപ്പർ സൾഫേറ്റിലെ കോപ്പർ +2, സിങ്ക് സൾഫേറ്റിലെ സിങ്ക് +2, അങ്ങനെയാണ് അവർ ഉപയോഗിക്കേണ്ടത്. അപ്പൊ അത് വെച്ചിട്ട് ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ ഒന്ന് കണ്ട.
ഈ രണ്ട് റിയാക്ഷൻ ആണ് നമ്മൾ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നോക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ പറയും Zn എന്താ ഓക്സിഡേഷൻ നമ്പർ? 0. 0. കോപ്പർ സൾഫേറ്റിലെ കോപ്പറിന് എന്ത് കൊടുക്കണം? +2. +2. ഓക്സിജന് -2. അപ്പൊ സൾഫറിന് എന്താ വരിക? +6. +6. ZnSO4 സിങ്കിന് എന്ത് കൊടുക്കണം? +2. +2. ഓക്സിജൻ -2. അപ്പൊ സൾഫറിന് എന്ത് വരും? +6. +6. കോപ്പർ ഒറ്റക്കാണ്, എന്താ കൊടുക്കുക? 0. 0. നോക്ക്, സിങ്ക് 0 +2 എത്തി. അപ്പൊ ഏതാ റിയാക്ഷൻ? ഓക്സിഡേഷൻ. കോപ്പർ +2 0 എത്തി. അപ്പൊ ഏതാ റിയാക്ഷൻ? റിഡക്ഷൻ. അപ്പൊ ഇതൊരു ഡിസ്പ്ലേസ്മെന്റ് റിഡോക്സ് റിയാക്ഷൻ ആണ്. അതായത് ഈ കോമ്പൗണ്ടിലെ കോപ്പറിനെ സിങ്ക് എന്ത് ചെയ്തു? ഡിസ്പ്ലേസ് ചെയ്തു. പിന്നെ ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, റിഡക്ഷൻ നടക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് റിഡോക്സ് റിയാക്ഷൻ. അടുത്ത എക്സാമ്പിൾ നോക്കാം. Cl2 എന്താ കൊടുക്കാം? 0. 0. KBr കേക്ക് എന്ത് കൊടുക്കണം? +1. +1. Br-നോ? -1. -1. Then Br2 ബ്രോമിൻ എന്താ കൊടുക്കാം? 0. 0. KCl കേക്ക് എന്ത് കൊടുക്കാം? +1. +1. Cl -1. -1. നോക്ക്, 0 ക്ലോറിൻ 0 -1 എത്തിയത്. അപ്പൊ റിയാക്ഷൻ ഏതാ? റിഡക്ഷൻ. ബ്രോമിൻ -1 0 എത്തി. അപ്പൊ ഏതാണ്? ഓക്സിഡേഷൻ. ശ്രദ്ധിക്കേണ്ടത് KBrലെ Br-നെ അങ്ങോട്ട് മാറ്റി അവിടെ Cl ചെന്ന് നിന്നു. അതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അപ്പോഴാണ് KCl-ഉം Br2 ആയിട്ട് മാറിയത്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നിങ്ങൾക്ക് ഓക്കെ ആണോ? ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മതി. ഒരു ആറ്റം അല്ലെങ്കിൽ അയോൺ ഇൻ എ കോമ്പൗണ്ട്, ആറ്റം ഓർ അയോൺ ഇൻ എ കോമ്പൗണ്ട് ഈസ് ഡിസ്പ്ലേസ്ഡ് ബൈ അനദർ ആറ്റം. ഒരു ആറ്റം കൊണ്ട് ഒരു കോമ്പൗണ്ടിലെ ആറ്റത്തെ അല്ലെങ്കിൽ അയോണിനെ ഡിസ്പ്ലേസ് ചെയ്യാം ബൈ അനദർ ആറ്റം. ദാറ്റ് ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഹിയർ ദാറ്റ് ആറ്റം ഷുഡ് ഹാവ് ഓക്സിഡേഷൻ നമ്പർ 0. ആ എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ ടൈപ്പ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. ഇതൊക്കെ ചോദിക്കാം, നാലാമത്തെ എന്തായാലും ചോദിക്കേണ്ടതാണ്. നന്നായിട്ട് നോട്ട് ചെയ്യണം. എല്ലാവരും ഇത് എഴുതി കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് നാലാമത്തെ ടൈപ്പാണ് ഡിസ്പ്രപ്പോർഷണേഷൻ റിഡോക്സ് റിയാക്ഷൻ. ഡിസ്പ്രപ്പോർഷണേഷൻ റിഡോക്സ് റിയാക്ഷൻ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, എന്നിട്ട് പറഞ്ഞുതരാം എന്താന്നുള്ളത്. 2H2O2. H2O2 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. അവിടെ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾ കാണേണ്ടി വരും. 2H2O2 gives 2H2 plus O2.
അല്ല 2H2O plus O2 അപ്പോഴാണ് ബാലൻസ് ആവും. 2H2O2 gives 2H2O plus O2. ഇനി നമ്മൾ ഇതിൽ ഓരോന്നിന്റെ ഓക്സിഡേഷൻ നമ്പർ ഒന്ന് കാണാം. H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ്. പെറോക്സൈഡ് വരുമ്പോ ഹൈഡ്രജന് നമ്മൾ +1 തന്നെ കൊടുക്കണം. ഓക്സിജന്റെ വാല്യൂ നമ്മൾ കാണണം. കണ്ടപ്പോ എന്താ കിട്ടിയിട്ടുണ്ടാവുക? -1. -1 എന്ന് കിട്ടും. ഓക്സിജന് നമ്മള് 2 ഓക്സിജൻ ഉണ്ട്. അപ്പൊ 2x എന്നൊക്കെ പറഞ്ഞ എക്സ് കാണുമ്പോ എന്ത് ചെയ്യും? -1 എന്ന് കിട്ടിയിട്ടുണ്ടാവും. H2O ഹൈഡ്രജൻ എന്താ? +1. H2O ഹൈഡ്രജൻ +1, ഓക്സിജൻ -2. ഈ O2 ഓക്സിജനോ 0. 0. അപ്പൊ ഇവിടെ നോക്ക്, ഹൈഡ്രജൻ ഇവിടെ +1, അവിടെ +1, നോ ചേഞ്ച്. പിന്നെ ആകെ ചേഞ്ച് ഉണ്ടാവുക ഓക്സിജനാണ്. ഓക്സിജൻ ഇവിടെ -1, ഇവിടെ -2. -1 നിന്ന് -2 എത്തിയാൽ ഏതാ റിയാക്ഷൻ? റിഡക്ഷൻ. റിഡക്ഷൻ നടന്നപ്പോ ഇതേ ഓക്സിജൻ -1 നിന്ന് 0 എത്തി. അപ്പൊ ഏതാ റിയാക്ഷൻ? ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ. -1 നിന്ന് 0 എത്തിയാൽ അതിന്റെ പേര് ഓക്സിഡേഷൻ. അപ്പോ ശ്രദ്ധിക്കേണ്ടത്, ഒരേ എലമെന്റ് തന്നെയാണ് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നത്. ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ വൺ എലമെന്റ്. ആ എലമെന്റിന് അറ്റ്ലീസ്റ്റ് 3 ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ വേണം. ആ എലമെന്റ് റിയാക്ഷൻ എന്ത് ചെയ്യണം? വ്യത്യസ്തമായ 3 ഓക്സിഡേഷൻ നമ്പർ എങ്കിലും കാണിക്കണം. ഇവിടെ ഓക്സിജൻ -1 കാണിച്ചു, ഇവിടെ -2 കാണിച്ചു, ഇവിടെ 0 കാണിച്ചു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷന്റെ പേരാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിഡോക്സ് റിയാക്ഷൻ. ക്ലിയർ ആയിട്ടുണ്ടോ? അതായത് ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ഇൻ വിച്ച് വൺ എലമെന്റ് undergo both oxidation and reduction. That element should show, ആ എലമെന്റ് കാണിക്കണം എന്ത്? അറ്റ്ലീസ്റ്റ് 3 ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. വ്യത്യസ്തമായ 3 ഓക്സിഡേഷൻ നമ്പർ എങ്കിലും ആ എലമെന്റ് കാണിക്കാൻ വേണം. അപ്പോഴാണ് അതിനെ ഡിസ്പ്രപ്പോർഷനേഷൻ റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഈ എക്സാമ്പിൾ ക്ലിയർ അല്ലേ? എക്സാമിന് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒന്ന് ഈ എക്സാമ്പിളാണ്. പിന്നെ ചോദിക്കാൻ രണ്ടാമതൊരു എക്സാമ്പിൾ ഉണ്ട്, അതും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞാൽ ബാലൻസിങ് ഏകദേശം ഒരു 10-5 ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ കഴിയും. എനിക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുമല്ലോ? യെസ്, ഓക്കെ. അപ്പൊ രണ്ടാമത്തെ ഇത് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതണം. P4 plus 3OH minus plus 3H2O gives PH3 plus 3H2PO2 minus 3H2PO2 minus. ഇതിൽ ഓരോന്നിന്റെയും ഓക്സിഡേഷൻ നമ്പർ കണ്ടിട്ട് അവിടെ ഡിസ്പ്രപ്പോർഷനേഷൻ നടക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് പറയും. ഓക്കെ, P4 എന്താ കൊടുക്കുക?
0. 0. OH മൈനസ് എന്ന് പറയുമ്പോൾ സാധാരണ കൊടുക്കുന്ന വാല്യൂ തന്നെയാണ് ഓക്സിജനും ഹൈഡ്രജനും കൊടുക്കേണ്ടി വരിക. ഓക്സിജന് -2, ഹൈഡ്രജന് +1. H2O എന്ന് പറയുമ്പോഴോ ഹൈഡ്രജന് +1, ഓക്സിജൻ -2. PH3 ഹൈഡ്രജന് നോർമൽ വാല്യൂ +1 കൊടുക്കുക. അപ്പൊ ഫോസ്ഫറസിന് എന്താ കിട്ടുക? -3 കിട്ടും. -3. ഹൈഡ്രജൻ ഇവിടെ 3 അല്ലേ? +1 × 3. അപ്പൊ ഫോസ്ഫറസിന് -3 കിട്ടും. നിങ്ങൾ X എന്ന് പറഞ്ഞ് ചെയ്യണം. ഞാൻ എഴുതുമ്പോൾ ഇങ്ങനെ നോക്കി എഴുതരുത്. X എന്നൊക്കെ പറഞ്ഞ് ചെയ്താലേ നിങ്ങൾക്ക് എന്താ വ്യത്യാസം ക്ലിയർ ആവുള്ളൂ. അടുത്തത് H2PO2-. ഹൈഡ്രജൻ നമ്മൾ സാധാരണ പോലെ +1 കൊടുക്കുക, ഓക്സിജന് -2 കൊടുക്കുക. അപ്പൊ Pക്ക് എന്താ കിട്ടുക? +1. നമുക്കൊന്ന് നോക്കാം. ഒന്ന് ജസ്റ്റ് എല്ലാവരും ശ്രദ്ധിക്കുക. H2PO2-. ഇതാണ് കോമ്പൗണ്ട്. ഹൈഡ്രജനും ഓക്സിജനും ജനറൽ വാല്യൂ ഉണ്ട്. അപ്പൊ നമ്മൾ ഫോസ്ഫറസിന്റെ കാണാം. ഹൈഡ്രജൻ +1 × 2 ഹൈഡ്രജൻ പ്ലസ് ഫോസ്ഫറസ് നമുക്കറിയില്ല X. ഓക്സിജൻ എന്താ കൊടുക്കല്? -2 × 2 = ചാർജ് അവിടെ ഉണ്ട്. അപ്പൊ =-1. അപ്പൊ 2 + X -4 = -1. അപ്പൊ X =-1 അവിടെ ഉള്ളതാണ്. 2 അങ്ങോട്ട് പോകുമ്പോൾ -2 ആവും. -4 അപ്പുറത്ത് പോകുമ്പോൾ +4 ആവും. അപ്പൊ നമുക്ക് +1 എന്ന് കിട്ടും കേട്ടോ. ഫോസ്ഫറസ് +1. അപ്പൊ ഇനി നോക്ക്, ഓക്സിജനും ഹൈഡ്രജനും ഒന്നും ഒരു മാറ്റവും ഇവിടെ ഇല്ല. ഫോസ്ഫറസ് 0-ൽ നിന്ന് -3 എത്തി. ഏതാ റിയാക്ഷൻ? 0 നിന്ന് -3 എത്തിയാൽ റിഡക്ഷൻ. ഓക്കെ. ഇതേ ഫോസ്ഫറസ് 0-ൽ നിന്ന് +1 എത്തി. അപ്പൊ ഏതാ റിയാക്ഷൻ? ഓക്സിഡേഷൻ. അപ്പൊ ഒരേ എലമെന്റ് കൊണ്ട് തന്നെയാണ് ഓക്സിഡേഷനും റിഡക്ഷനും നടന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഇതിന് എന്തെന്ന് വിളിക്കാം? ഡിസ്പ്രപ്പോർഷനേഷൻ റിഡോക്സ് റിയാക്ഷൻ. ഇവിടെ ഫോസ്ഫറസിന് എത്ര ഓക്സിഡേഷൻ നമ്പർ കാണിക്കുന്നുണ്ട്? എത്ര എണ്ണം കാണിക്കുന്നുണ്ട്? 3 എണ്ണം കാണിക്കില്ലേ? ഓക്കെ. ഇവിടെ 0, ഇവിടെ ചെന്നപ്പോ -3, ഇവിടെ വന്നപ്പോ +1. 3 വ്യത്യസ്ത ഓക്സിഡേഷൻ നമ്പർ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡിസ്പ്രപ്പോർഷനേഷൻ റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, ക്ലിയർ ആണോ? എന്നാലും നമുക്ക് ബാലൻസിംഗിലേക്ക് പോവാം. 2 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുക. എല്ലാ മോഡലും ഉൾക്കൊള്ളുന്ന 2 ക്വസ്റ്റ്യൻ ആണ്. എല്ലാ മോഡൽ എന്ന് പറഞ്ഞാൽ അസിഡിക് മീഡിയവും ബേസിക് മീഡിയവും. ഏത് ചോദിച്ചാലും ഈ 2 മെത്തേഡിലൂടെ പോയാൽ നിങ്ങൾക്ക് അതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ഇത് കഴിഞ്ഞിക്കണമെങ്കിൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം? ബാലൻസിംഗിലേക്ക് പോവാം. എല്ലാവർക്കും കഴിഞ്ഞിക്കണോ? ആരെങ്കിലും കഴിയാത്തതുണ്ടെങ്കിൽ അവരൊന്ന് പറയും കേട്ടോ. കഴിഞ്ഞു. പിന്നെ അഥവാ ഈ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാത്തുണ്ടെങ്കിലും ടീച്ച്മെന്റ് ആപ്പ് നിങ്ങൾക്ക് അറിയാം, റെക്കോർഡർ ആയിട്ട് അതിൽ കിടക്കും. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാകുമ്പോൾ നോക്കി കാണാം. അവിടെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ 1-2 പ്രാവശ്യം ഒന്ന് റീവൈൻഡ് ചെയ്താൽ അവിടുന്ന് ക്ലിയർ ആവും. അടുത്ത ഹെഡിങ് ബാലൻസിംഗ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. ബാലൻസിംഗ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ by half reaction method. ബാലൻസിംഗ് ഓഫ് ഇക്വേഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ ബൈ ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. ഈ മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ അതില് നേരെ എന്ത് ചെയ്യാം? പിന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നേരിട്ട് ഇങ്ങനെ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ എഴുത്.
balance the equation in acidic media. Balance the equation in acidic media. Equation acidic mediaത്തിൽ ബാലൻസ് ചെയ്യുക. നമുക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. Cr2O7 2- plus Fe2 plus gives Cr3 plus Fe3 plus. ബാലൻസ് ചെയ്യാൻ നമുക്ക് തന്നിട്ടുള്ളത് അസിഡിക് മീഡിയത്തിലാണ്. അസിഡിക് മീഡിയ. ഓക്കെ, എല്ലാവരും ക്വസ്റ്റ്യൻ എഴുത്. Cr2O7 2- plus Fe2 plus gives Cr3 plus Fe3 plus. അസിഡിക് മീഡിയത്തിൽ നമ്മൾ അതിനെ ബാലൻസ് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ എലമെന്റിന്റെയും ഓക്സിഡേഷൻ നമ്പർ അതിന്റെ മുകളിൽ എഴുതി വെക്കുക. ഇപ്പോ Fe3+ ചാർജ് ആണ്, അപ്പൊ +3 അവിടെ തന്നെ ഉണ്ട് അല്ലെ, +3. നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലാണ് അത് എഴുതേണ്ടത്, ആയിക്കൂടെ എഴുതരുത്. അടുത്ത സ്റ്റെപ്പ് എഴുതിയിട്ട് ഇതേ സാധനം ഒന്നും കൂടെ എടുത്ത് എഴുതിയിട്ട് ഓരോരുത്തരും ഓക്സിഡേഷൻ നമ്പർ അതിന്റെ മേലെ എഴുതാം. Fe3+ +3, Cr3+ +3, Fe2+ +2. Cr2O7 2- ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കാണുക. ഒന്ന് കണ്ടോക്ക്. Cr2O7 2- അതിൽ ക്രോമിയത്തിന് എന്താ കിട്ടുകയെന്ന് കാണാം. കണ്ടോ? Cr2O7 2-. Cr എന്ത് കിട്ടും? 6. 6 കിട്ടും. +6 കിട്ടും. +6. ഓക്കെ, ഇപ്പൊ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടോ. എല്ലാവരും ഓക്സിഡേഷൻ നമ്പർ കണ്ടു. ഇനി നോക്ക്, ഇവിടെ Cr +6 ആണ്, ഇവിടെ +3 ആണ്. +6 +3 പോയ ഏതാ റിയാക്ഷൻ? റിഡക്ഷൻ. റിഡക്ഷൻ. അപ്പൊ ഞാൻ ആദ്യം ആ റിഡക്ഷൻ എന്നുള്ളതിനെ ഒരു ഭാഗമാക്കിയിട്ട് എഴുതാം. അതായത് Cr2O7 2- എന്നുള്ളത് എന്തായിട്ട് മാറും? Cr3+ ആയിട്ട് മാറും. അതാണ് ഇവിടുത്തെ റിഡക്ഷൻ. അതിന് ഞാനൊരു പാർട്ടാക്കിയിട്ട് മാറ്റി. ഇവിടെ Fe+2 ആണ്, ഇവിടെ +3 ആണ്. അപ്പൊ ഏതാ റിയാക്ഷൻ? ഓക്സിഡേഷൻ. അപ്പൊ ആ ഓക്സിഡേഷൻ ഞാൻ അടുത്തൊരു പാർട്ടാക്കിയിട്ട് എഴുതി. Fe2+ എന്നുള്ളത് Fe3+ ആയിട്ട് മാറുന്നു. അതാണ് ഓക്സിഡേഷൻ. അപ്പൊ ഈ ഹാഫ് റിയാക്ഷൻ മെത്തേഡിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ തന്ന റിയാക്ഷൻ നോക്കുക, ഓക്സിഡേഷൻ നമ്പർ എഴുതുക, എന്നിട്ട് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന ആൾക്കാരെ അങ്ങനെ വെവ്വേറെ ആക്കി മാറ്റി എഴുതുക. ഈ സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ എന്താ ചെയ്തു എന്നുള്ളത്? ഇനി ഇത് മുഴുവൻ ബാലൻസ് ചെയ്യുക, പിന്നെ അത് മുഴുവൻ ബാലൻസ് ചെയ്യുക, അവസാനം കൂട്ടിച്ചേർക്കുക. അതാണ് പരിപാടി. അത് നോക്ക്, ബാലൻസ് ചെയ്യുമ്പോഴേ ആദ്യം ഹൈഡ്രജനും ഓക്സിജനും അല്ലാത്ത എലമെന്റുകളെ ബാലൻസ് ചെയ്യണം. ഇവിടെ എത്ര ക്രോമിയം ഉണ്ട്? 2. ഇവിടെ ആകെ ഒന്നല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ 2 എന്നാണ് കൊടുക്കും. ബാലൻസ് ചെയ്യാൻ വേണ്ടി 2 എന്ന് കൊടുക്കും. അപ്പൊ Cr2O7 2- gives 2 Cr3+ ആയി. ഡയറക്റ്റ് ആയിട്ട് എത്രയാണ് കുറവുള്ളത് അത്ര അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ. അപ്പൊ 2 എന്നാണ് കൊടുത്തപ്പോ ഇവിടെ 2 ആയി. ക്ലിയർ ആണല്ലോ? ഇനി നോക്ക്, ഇവിടെ 7 ഓക്സിജൻ ഉണ്ട്, അവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ ഓക്സിജൻ കുറവുള്ള ഭാഗത്ത് എത്ര ഓക്സിജൻ ആണോ കുറവ് അത്രയും H2O ആഡ് ചെയ്യുക. ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ ചെയ്യുന്നതാണ്. ഓക്സിജൻ കുറവുള്ള ഭാഗത്ത് അത്രയും H2O. ഇവിടെ 7 ഓക്സിജൻ, അപ്പൊ ഇവിടെ 7 ഓക്സിജന്റെ കുറവുണ്ട്. അപ്പൊ എത്ര H2O ആഡ് ചെയ്യണം? പറഞ്ഞോ.
ആ 7 H2O ആഡ് ചെയ്യണം. 7 H2O ആഡ് ചെയ്തു. ഓക്കെ, ഇപ്പൊ ക്രോമിയവും ഓക്സിജനും ബാലൻസ്ഡ് ആണ്. ഇപ്പൊ ഹൈഡ്രജൻ കൂടി. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 14. 2. ഇത് നോക്കണം, എണ്ണം നോക്കുമ്പോ ഇത് വേണം. 7 into 2 എത്രയാണ്? 14 ഹൈഡ്രജൻ. 14. ഇവിടെ ഇല്ലല്ലോ. ഇല്ല. അപ്പൊ നമ്മള് അപ്പോഴാണ് നോക്കുക ഏത് മീഡിയത്തിലാന്നുള്ളത്. അപ്പൊ അസിഡിക് മീഡിയത്തിലാണ്. അസിഡിക് മീഡിയത്തിൽ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ എത്ര ഹൈഡ്രജൻ കുറവുണ്ടോ അത്രയും H+ ആഡ് ചെയ്യുക. H+ ആഡ് ചെയ്യുക. അപ്പൊ 14 ഹൈഡ്രജൻ ഇവിടെ കുറവുണ്ട്, അതുകൊണ്ട് നമ്മൾ 14 H+ ആഡ് ചെയ്തു. 14 H+. ക്ലിയർ അല്ലേ? അതായത് ആദ്യം നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും അല്ലാത്തതിനെ ഡയറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്തു. പിന്നെ ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ ഓക്സിജൻ കുറവുള്ള ഭാഗത്ത് അത്രയും H2O ആഡ് ചെയ്ത് കൊടുത്തു. ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാൻ അസിഡിക് മീഡിയത്തിൽ ആയതുകൊണ്ട് ഹൈഡ്രജൻ കുറവുള്ള ഭാഗത്ത് അത്രയും H+ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇപ്പൊ നമുക്ക് എലമെന്റ് ഒക്കെ ബാലൻസ്ഡ് ആണ്, ചാർജ് വ്യത്യാസം ഉണ്ടാവുള്ളൂ. നമുക്ക് 14 ഹൈഡ്രജൻ, 7 into 2 14 ഹൈഡ്രജൻ, 2 Cr 2 Cr, 7 ഓക്സിജൻ 7 ഓക്സിജൻ. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി ചാർജ് ബാലൻസ് ചെയ്യുമ്പോൾ നോക്ക്, ഈ ലെഫ്റ്റ് സൈഡിൽ ടോട്ടൽ എത്ര ചാർജ് ഉണ്ട് നോക്കാം. ഈ ഇവിടെയുള്ള നമ്പർ ഓഫ് മോൾ കൊണ്ട് ചാർജിനെ മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പോഴേ അതിന്റെ എണ്ണം കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ 14 പോസിറ്റീവും എത്ര നെഗറ്റീവും ഉണ്ട്? 2. ഇത് 14 പോസിറ്റീവ്, ഇത് 2 നെഗറ്റീവ്. ഇവിടെ 1 മോളാണ്. അപ്പൊ 14 പ്ലസും 2 മൈനസും കൂടെ കൂട്ടിയാൽ എത്ര? എന്താ? 14 പ്ലസും 2 മൈനസും കൂടെ ആഡ് ചെയ്താൽ 12 പോസിറ്റീവ് ആണ് കിട്ടുക. 12 പ്ലസ്. ഇനി പ്രോഡക്റ്റിൽ നോക്ക് എത്ര പ്ലസ് ചാർജ് ഉണ്ട്? 2 into 3 6. 6 പോസിറ്റീവ് ചാർജ് പ്രോഡക്റ്റിലുണ്ട്. 6 പോസിറ്റീവ്. അപ്പൊ നോക്കാം എത്ര ചാർജിന്റെ വ്യത്യാസം ഉണ്ട്? 6. ഇവിടെ 12ഉം അവിടെ 6. അപ്പൊ 6 വ്യത്യാസം ഉണ്ട്. അത് 6 പോസിറ്റീവ് ചാർജ് ഇവർക്ക് കൂടുതലാണ്, ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാർക്ക്. അപ്പൊ അത് ബാലൻസ് ചെയ്യണമെങ്കിൽ പോസിറ്റീവ് ചാർജ് കൂടുതലുള്ള ഭാഗത്ത് എത്രയാണോ കൂടുതൽ അത്രയും ഇലക്ട്രോണിനെ ആഡ് ചെയ്യണം. അത്രയും ഇലക്ട്രോണിനെ ആഡ് ചെയ്യുക. അപ്പൊ 6 പോസിറ്റീവ് ചാർജ് ഇവിടെ കൂടുതലുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 6 ഇലക്ട്രോണിനെ ആഡ് ചെയ്തു. 6 ഇലക്ട്രോൺ ആഡ് ചെയ്തു. ഇനി നോക്ക് ചാർജ് ബാലൻസ്ഡ് ആണോ എന്നുള്ളത്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ മൈനസ് ചാർജ് ആണ് കേട്ടോ. ഇവിടെ 6 നെഗറ്റീവ്, 14 പോസിറ്റീവ്. അപ്പൊ തന്നെ എന്തായി? 8 പോസിറ്റീവായി. 8 പോസിറ്റീവും 2 നെഗറ്റീവും കൂടെ ആഡ് ചെയ്താൽ 6 പോസിറ്റീവ്. ഇവിടെയും 2 into 3 6 പോസിറ്റീവ്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഏരിയ ഇപ്പൊ ബാലൻസ്ഡ് ആണ്. ഈ ഭാഗം ബാലൻസ്ഡ് ആയി. ഇനി അതേപോലെ ഇവിടെ ബാലൻസ് ചെയ്യണം. Fe2+ gives Fe3+. Fe ഇവിടെയും 1 അവിടെയും 1. ഓക്കെ ആണല്ലോ? പിന്നെ ഹൈഡ്രജൻ ഓക്സിജൻ ഒന്നും ഇല്ല. അപ്പൊ ആ ഭാഗം നോക്കണ്ട. ചാർജ് നോക്കാം. ഇവിടെ 2 പോസിറ്റീവ്, ഇവിടെ 3 പോസിറ്റീവ്. എത്ര പോസിറ്റീവ് അധികം ഉണ്ട്? 1. ഇവിടെയാണ് അധികം ഉള്ളത്. അപ്പൊ അവിടെ നമ്മൾ എന്താ ആഡ് ചെയ്യണം? ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യണം. ചാർജ് ബാലൻസ് ചെയ്യാൻ 1 ഇലക്ട്രോൺ ആഡ് ചെയ്യാം. അപ്പൊ പോസിറ്റീവ് ചാർജ് എത്രയാണോ അധികം ഉള്ളത് അത്രയും ഇലക്ട്രോൺ ആണ് അധികമുള്ള ഭാഗത്ത് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് കിട്ടും Fe2+ gives Fe3+ plus 1 ഇലക്ട്രോൺ. ഓക്കെ. അപ്പൊ ഒരു Fe, ഇവിടെ ഒരു Fe. ലെഫ്റ്റിൽ 2 പോസിറ്റീവ് ചാർജ്, റൈറ്റ് സൈഡിൽ 3 പോസിറ്റീവും 1 നെഗറ്റീവും എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പോസിറ്റീവ് അല്ലേ? അപ്പൊ ഇതും ബാലൻസ്ഡ് ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടതേ ഈ 2 ഇക്വേഷനും കൂടെ ഒന്നിച്ച് കൂട്ടി എഴുതും. കൂട്ടി എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആയിരിക്കണം. ഇവിടെ എത്ര ഇലക്ട്രോണാ? എത്ര ഇലക്ട്രോൺ? 6. 6. ഇവിടെ 1 ഇലക്ട്രോൺ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ 1 ഇലക്ട്രോണിനെയും കൂടെ 6 ഇലക്ട്രോൺ എന്നുള്ള രൂപത്തിലേക്ക് മാറ്റണം. അതിനു വേണ്ടി ചെയ്യാം, ഈ ഇക്വേഷനെ മുഴുവനായിട്ട് നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം.
അപ്പോഴാണ് 1 എന്നുള്ള എന്താവുള്ളൂ 6 ആയിട്ട് മാറുള്ളൂ. കാരണം ഇലക്ട്രോണിന്റെ എണ്ണം സെയിം ആണെങ്കിൽ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 6Fe2 പ്ലസ് ഗീവ്സ് 6Fe3 പ്ലസ് 6 ഇലക്ട്രോൺ. ഇപ്പൊ രണ്ട് ഭാഗത്തും ഇലക്ട്രോണും സെയിം ആയില്ലേ? ഇനി നമ്മൾ ലാസ്റ്റ് നേരെ ഇവരെടുത്ത് എഴുതുമ്പോ ഇതിന്റെ റിയാക്റ്റന്റ് പ്ലസ് അതിന്റെ റിയാക്റ്റന്റ് ഗീവ്സ് ഇതിന്റെ പ്രോഡക്റ്റ് പ്ലസ് അതിന്റെ പ്രോഡക്റ്റ്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താവും? ഇക്വേഷൻ അവിടെ ബാലൻസ്ഡ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഇക്വേഷൻ കിട്ടുക എങ്ങനെയായിരിക്കും? ലാസ്റ്റ് നമ്മൾ ഇക്വേഷൻ കിട്ടുന്നത് ഇതിന്റെ റിയാക്റ്റന്റ് 6 ഇലക്ട്രോൺ പ്ലസ് 14H പ്ലസ് Cr2O7 2 മൈനസ് പ്ലസ് അവിടുത്തെ റിയാക്റ്റന്റ് 6Fe2 പ്ലസ് ഗീവ്സ് ഇതിന്റെ പ്രോഡക്റ്റ് 2Cr3 പ്ലസ് 7H2O പ്ലസ് 6Fe3 പ്ലസ് 6 ഇലക്ട്രോൺ. ഇനി നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒന്ന്, ഒരേപോലത്തെ ടേം രണ്ട് സൈഡിലും ഉണ്ടെങ്കിൽ അവരെ ക്യാൻസൽ ചെയ്യാം. 6 ഇലക്ട്രോൺ ക്യാൻസൽഡ്. നൗ അവർ ഇക്വേഷൻ ഈസ് ബാലൻസ്ഡ്. ജസ്റ്റ് ഒന്ന് ബോർഡിൽ നോക്കി നന്നായിട്ട് വായിച്ചിട്ട് അതേപോലെ എഴുത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഇനി അസിഡിക് മീഡിയത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇനി ബേസിക് മീഡിയത്തിൽ ഒന്നും കൂടെ ചെയ്താൽ ചാപ്റ്റർ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഒന്ന് ബോർഡിൽ നോക്കി നന്നായി വായിച്ച് ക്ലിയർ ചെയ്ത് ഡൗട്ട് ഇല്ലെങ്കിൽ അതേപോലെ എഴുതി എഴുതി കഴിഞ്ഞാൽ പറയൂ. അടുത്ത ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ചെയ്ത് കംപ്ലീറ്റ് ആവാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ബേസിക് മീഡിയത്തിലാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് രണ്ട് മോഡലിന്റെ ഒരു ഐഡിയ കിട്ടും. ബേസിക് മീഡിയം, അസിഡിക് മീഡിയം എന്നൊക്കെ ലാസ്റ്റ് വരുന്ന ഏരിയയിലേക്ക് ആവശ്യം വരുള്ളൂ. സ്റ്റാർട്ടിംഗ് ഒക്കെ ഒരുപോലെ തന്നെയാണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ. MnO4 മൈനസ്
plus Br minus gives MnO2 plus BrO3 minus. റിയാക്ഷൻ നമ്മൾ ചെയ്യുന്നത് ബേസിക് മീഡിയത്തിലാണ്. ബേസിക് മീഡിയം. അപ്പൊ നിങ്ങൾ ആദ്യം ഈ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഓരോ എലമെന്റിന്റെയും ഓക്സിഡേഷൻ നമ്പർ മേലെ എഴുതി വെക്ക്. എഴുതി കഴിഞ്ഞാൽ പറയണം. MnO4 മൈനസിലെ Mn എന്താ കിട്ടുക? +7. +7. ഓക്കെ. Br മൈനസിലെ Brന് എന്താ? Br മൈനസ് എന്താ കൊടുക്കുക? -1. MnO2ലെ Mn +4. BrO3 മൈനസിൽ Br +5. അങ്ങനെയാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കാണുക. അപ്പൊ ഇനി നോക്ക്, ഇവിടെ Mn +7, ഇവിടെ Mn +4. ഏതാ റിയാക്ഷൻ? റിഡക്ഷൻ. അപ്പൊ നമ്മൾ ആദ്യം അതിനങ്ങോട്ട് എടുത്തെഴുതും. MnO4 മൈനസ് എന്നുള്ളത് MnO2 ആയിട്ട് മാറും. അതാണ് റിഡക്ഷൻ. ഇനി Br -1 ഇവിടെ ചെന്നപ്പോ +5. ഏതാ റിയാക്ഷൻ? ഓക്സിഡേഷൻ. അപ്പൊ Br മൈനസ് എന്നുള്ളത് BrO3 മൈനസ് ആവും. അതിന്റെ പേര് ഓക്സിഡേഷൻ. ഇനി നമ്മൾ എന്താ ചെയ്യാ? ഓക്സിജനും ഹൈഡ്രജനും എല്ലാത്തിനും ഡയറക്റ്റ് ബാലൻസ് ചെയ്യും. ഇവിടെ ഒരു Mn, ഇവിടെ ഒരു Mn. ബാലൻസ്ഡ് ആണല്ലോ. അടുത്ത സ്റ്റെപ്പിൽ ഓക്സിജനെ ബാലൻസ് ചെയ്യും. ഇവിടെ 4 ഓക്സിജൻ, ഇവിടെ 2 ഓക്സിജൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിജൻ കുറവുള്ള ഭാഗത്ത് എന്ത് ആഡ് ചെയ്യണം? ഹൈഡ്രജൻ ആഡ് ചെയ്യാം. അല്ല, ഹൈഡ്രജൻ അല്ല, H2O. ഓക്സിജൻ കുറവുള്ള ഭാഗത്ത് എപ്പോഴും H2O ആഡ് ചെയ്യാം. ഇവിടെ 4, ഇവിടെ 2 ഹൈഡ്രജൻ ഇവിടെ കുറവുണ്ട്. അപ്പൊ 2H2O ആഡ് ചെയ്യണം. അപ്പൊ അടുത്ത സ്റ്റെപ്പില് MnO4 മൈനസ് gives MnO2 plus 2H2O. ഈ H2O ആഡ് ചെയ്തതേ ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2H2O. ഇനി നോക്ക്, ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. ക്വസ്റ്റ്യൻ ബേസിക് മീഡിയത്തിലാണ്. ബേസിക് മീഡിയത്തിൽ ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത്, ഹൈഡ്രജൻ കുറവുള്ള ഭാഗത്ത് എത്ര കുറവുണ്ടോ അത്രയും H2O. ദെൻ ഓപ്പോസിറ്റ് സൈഡില് അത്രയും OH മൈനസ്. ഹൈഡ്രജൻ എവിടെ കുറവുള്ള വെച്ചാൽ അവിടെ അത്രയും H2O, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ അത്രയും OH മൈനസ്. ഇതാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ പറയും, ഇവിടെ ഇപ്പൊ 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? 4H2O. 4H2O. എന്നിട്ട് നേരെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് ചെയ്യണം? 4OH മൈനസ്. ഇതാണ് ചെയ്യേണ്ടത്. ഹൈഡ്രജൻ കുറവുണ്ടെങ്കിൽ ബേസിക് മീഡിയത്തിൽ ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാൻ കുറവുള്ള ഭാഗത്ത് H2O, ഓപ്പോസിറ്റ് സൈഡില് അത്രയും OH മൈനസ്. ക്ലിയർ ആയോ? അപ്പൊ ഇനി നോക്ക്, എലമെന്റ് ഒക്കെ ബാലൻസ്ഡ് അല്ലേ? നോക്ക്, ഹൈഡ്രജൻ 4 × 2 8 ഹൈഡ്രജൻ. ഇവിടെ നോക്ക് 2 × 2 4, 4 + 4 8. ഓക്സിജൻ ഇവിടെ 4ഉം ഇവിടെ 4ഉം 8. 2 + 2 4, 4 4 8. മാംഗനീസ് ഇവിടെ 1, അവിടെ 1. ഇനി ചാർജ് നോക്കാം. ലെഫ്റ്റ് സൈഡില് എത്ര മൈനസ് ചാർജ് ഉണ്ട്? എത്ര മൈനസ് ചാർജ് ലെഫ്റ്റ് സൈഡില്? 1. ഒരു നെഗറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ. ഇവിടെ റൈറ്റ് സൈഡിലോ? 1. ഒന്നുള്ളൂ. ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ?
4 നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ നോക്ക് 3 നെഗറ്റീവ് ചാർജ് ഇപ്പൊ എവിടെയാണ് അധികം ഉള്ളത്? റൈറ്റ് സൈഡിലല്ലേ? അങ്ങനെ നോക്കുമ്പോ ഇവിടെ 3 നെഗറ്റീവ് ചാർജ് ഇപ്പൊ കുറവാണ്. ലെഫ്റ്റ് സൈഡില് 3 നെഗറ്റീവ് കുറവാണ്. അങ്ങനെയല്ലേ ഉള്ളത്? അപ്പൊ ആ നെഗറ്റീവ് കുറവുള്ള ഭാഗത്ത് എന്ത് ചെയ്യണം? അത്രയും ഇലക്ട്രോൺ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ഭാഗത്ത് നമ്മൾ 3 ഇലക്ട്രോൺ ആഡ് ചെയ്യും. നെഗറ്റീവ് ചാർജ് 3 എണ്ണം കുറവാണ്. അപ്പൊ അത് ബാലൻസ് ചെയ്യാൻ നമ്മൾ 3 ഇലക്ട്രോൺ ആഡ് ചെയ്യാം. ഇപ്പൊ നോക്ക് ഈ ഭാഗം ബാലൻസ്ഡ് ആണോ നോക്ക്. ആ ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ? ചാർജ് വെച്ചിട്ട് ബാലൻസ് ആണോ നോക്ക്. നോക്ക് ഇവിടെ 3 നെഗറ്റീവും 1 നെഗറ്റീവും, അവ 4 നെഗറ്റീവ്. ഇവിടെ 4 നെഗറ്റീവ് എന്നല്ലേ ഉള്ളൂ. അപ്പൊ ഈ ഇക്വേഷൻ ഈ പാർട്ട് ബാലൻസ്ഡ് ആയി. ഇനി അതേപോലെ ഇതെങ്ങനെ ചെയ്യാം നിങ്ങൾ പറയും. ഇവിടെ ഒരു ബ്രോമിൻ, ഇവിടെ ഒരു ബ്രോമിൻ, ബാലൻസ്ഡ് ആണ്. ഇവിടെ 3 ഓക്സിജൻ, ഇവിടെ ഉണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? എത്ര എണ്ണം? 3 H2O ആഡ് ചെയ്തു. പ്ലസ് Br മൈനസ് ഗീവ്സ് BrO3 മൈനസ്. അപ്പൊ നോക്ക് ഇവിടെ 6 ഹൈഡ്രജൻ, അവിടെ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. ബേസിക് മീഡിയം ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? ഹൈഡ്രജൻ കുറവുള്ള ഭാഗത്ത് അത്രയും H2O, ഓപ്പോസിറ്റ് സൈഡിൽ അത്രയും OH മൈനസ്. അപ്പൊ 6 ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ എന്താ ആഡ് ചെയ്യണം? പറയൂ. RH2O ഇവിടെ ആഡ് ചെയ്തു. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തല്ലേ? ഇവിടെ നമ്മൾ എന്താ ആഡ് ചെയ്യും? 6 OH മൈനസ് ആഡ് ചെയ്യണം. 6 OH മൈനസ് ആഡ് ചെയ്യുക. ഇപ്പൊ അത് ബാലൻസ്ഡ് ആയിരിക്കും. നോക്ക് ഓക്സിജൻ എണ്ണി നോക്കാം. 6ഉം 3ഉം 9. ഇവിടെ നോക്ക് 3ഉം 6ഉം 9 ഓക്സിജൻ. ഹൈഡ്രജൻ 6ഉം 3 2 6ഉം 6 6 12. ഇവിടെ 6 2 12 ഓക്സിജൻ. പിന്നെ Br 1, ഇവിടെ 1. ഇനി ചാർജ് നോക്ക്. ഇവിടെ എത്ര ചാർജ് ഉണ്ട്? 6 നെഗറ്റീവ് ചാർജും 1 നെഗറ്റീവ്. ഇപ്പൊ 7 നെഗറ്റീവ് ആണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. ഇവിടെയോ? ഇവിടെ എന്തുണ്ട്? 1 നെഗറ്റീവ് അല്ലേ ഉള്ളൂ. അപ്പൊ എത്ര നെഗറ്റീവ് ചാർജിന്റെ കുറവുണ്ട് അവിടെ? 6 നെഗറ്റീവ് ചാർജ് കുറവുണ്ട്. അപ്പൊ നമ്മൾ അവിടെ എന്താ ആഡ് ചെയ്യണം? ബാലൻസ് ചെയ്യാൻ 6 ഇലക്ട്രോൺ ആഡ് ചെയ്യുക. നെഗറ്റീവ് ചാർജ് കുറവുള്ള ഭാഗത്ത് അത്രയും ഇലക്ട്രോൺ ആഡ് ചെയ്തു. ഇനി നോക്ക് ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആണോന്ന്. ചാർജ് എണ്ണിയാൽ മതി, അപ്പൊ ക്ലിയർ ആവും. 6 നെഗറ്റീവും 1 നെഗറ്റീവും 7 നെഗറ്റീവും, 1 നെഗറ്റീവും 6 നെഗറ്റീവും 7 നെഗറ്റീവ്. ബാലൻസ്ഡ് അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യാ? ഈ രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കണം. കൂട്ടി യോജിപ്പിക്കണമെങ്കിൽ എന്ത് സെയിം ആവണം? ഇലക്ട്രോൺ. ഇവിടെ 6 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ 3 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം? ഇത് 6 ആവാൻ ഇക്വേഷൻ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ആ 2 കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഇക്വേഷൻ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ഇപ്പൊ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 3 എന്നുള്ളത് 2 × 3 6 ഇലക്ട്രോൺ പ്ലസ് 2 × 4 8 H2O പ്ലസ് 2 MnO4 minus gives 2 MnO2 plus 2 × 2 4 H2O plus 2 × 4 8 OH minus. ഇതാണ് ഈ സൈഡിൽ ഉണ്ടാവുക. ഈ ഭാഗത്ത് ഈ തന്നതും ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യാം? ഇതിന്റെ റിയാക്ടന്റ് പ്ലസ് അതിന്റെ റിയാക്ടന്റ് ഗീവ്സ് ഇതിന്റെ പ്രോഡക്റ്റ് പ്ലസ് അതിന്റെ പ്രോഡക്റ്റ്. അത്ര എഴുതി വെക്കുക. കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ വെട്ടാം. കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർ വെട്ടേണ്ട. അതേപോലെ എഴുതി വെച്ചാൽ കംപ്ലീറ്റ് മാർക്ക് കിട്ടും. ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടോ ബേസിക് മീഡിയത്തില്? ഓക്കെ, എന്നാ ഇതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യും.
ഇതോടുകൂടെ റിഡോക്സ് റിയാക്ഷൻ എന്നുള്ള ചാപ്റ്റർ കഴിയും. വേഗം കംപ്ലീറ്റ് ചെയ്തോ.